കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കർത്താവിന്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വീണ് വണങ്ങുന്നു കർത്താവേ. ആ പുനരുദ്ധാനം ചെയ്ത കർത്താവ്, ശിഷ്യന്മാർക്ക് നടുവിൽ നിന്ന് സമാധാനം എന്ന് പറഞ്ഞ അതേ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ട് കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പീസ് ബി ടു യു, സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന അവിടുത്തെ ആ ഇമ്പസ്വരം കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കേൾക്കണം. യേശുവേ, അവിടുത്തെ സ്വർഗീയ സമാധാനത്താല്, വലിയ സ്നേഹത്താല്, വലിയ ആനന്ദത്താല് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്താല് ഞങ്ങളെ നിറച്ചാട്ടെ, സന്തോഷത്താല്, സമാധാനത്താല് ഞങ്ങളെ നിറച്ചാട്ടെ, അവിടുത്തെ സാന്നിധ്യബോധത്താല് ഞങ്ങളെ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല പ്രപഞ്ചത്തിലും ഞങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതവും ഞങ്ങൾക്ക് ഏറ്റവും ആനന്ദദായകവുമായിട്ടുള്ളത് കർത്താവ് അവിടുത്തെ സന്നിധിയാണല്ലോ. അവിടുത്തെ മറുപടി ചാരിയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അതിന് തടസ്സമായിട്ട് ഞങ്ങളുടെ മനസാക്ഷിയിൽ കുറ്റപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, പാപങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവെ അതെല്ലാം ഇപ്പോൾ തന്നെ ഏറ്റുപറയുവാന് കർത്താവെ, എല്ലാവരോടും ക്ഷമിക്കുവാന്, ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കുവാന് കർത്താവെ, അതിനൊരു സമർപ്പിക്കുവാൻ കർത്താവെ, എന്തെങ്കിലും പാപങ്ങൾ ഏറ്റുപറയാനുണ്ടെങ്കിൽ കർത്താവ് ഇപ്പം തന്നെ അതങ്ങ് ഏറ്റുപറയുവാൻ, ഉപേക്ഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുന്ന് ആ പുണ്യാഹയാഗമായിട്ട് കർത്താവെ, അവിടുത്തെ ആ അവസാനത്തുള്ള രക്തവും ആ 7 തവണയും അവിടുത്തെ രക്തം അവിടുന്ന് ചൊരിഞ്ഞു കർത്താവെ. ആ രക്തം ആ പാപപരിഹാരമായി തീർന്നുവല്ലോ കർത്താവെ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയാട്ടെ, അവിടുത്തെ സ്നേഹത്താൽ നിറച്ചാട്ടെ. യേശു, അവിടുത്തെ ശബ്ദം മാത്രം ഞങ്ങൾക്ക് കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ഒരു ശബ്ദം കേട്ടതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. യേശുവെ, അങ്ങയിൽ നിന്ന് കേൾപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും അകത്തെ ചെവികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുവല്ലോ കർത്താവെ, ഞങ്ങള് ഓരോരുത്തരും കേൾക്കുവാൻ ചെവിയുള്ളവരായിട്ട് അങ്ങയിൽ നിന്ന് കേൾക്കുവാനുള്ള വലിയൊരു ദാഹത്തോടായിരിക്കും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും കർത്താവെ അവിടുന്ന് തന്നെ അകറ്റി കളയണം കർത്താവെ. ഞങ്ങളെ തന്നെ അങ്ങിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ കർത്താവെ, അവിടുത്തെ ആ തിരുമുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കാൻ, ശ്രദ്ധയോടിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് അവിടെ ശിഷ്യന്മാര് യഹൂദന്മാരെയൊക്കെ ഭയന്ന് അവര് അടച്ചിട്ട കഥകൾക്കുള്ളിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് അതിന്റെ 19-ാമത്തെ വാക്യമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു നിർത്തിയത്. കഴിഞ്ഞ ആഴ്ച നമ്മള് കൃപാസനത്തെ കുറിച്ചൊക്കെ കണ്ടായിരുന്നു. കർത്താവ് അവിടെ പഴയ നിയമത്തില് കൃപാസനം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തില് ദൈവത്തിന്റെ ഇരിപ്പിടവായിട്ട് അന്ന് കണക്കാക്കപ്പെട്ട ഒരു സ്ഥലമാണ്, ഒരു ഇടവാണ് കൃപാസനം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാക്കാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാം. അപ്പൊ ആ കൃപാസനത്തില് രക്തം തളിക്കപ്പെടുമായിരുന്നു. രക്തച്ചൊരിച്ചിലില്ലാതെ പാപത്തിന്റെ വിമോചനം ഇല്ല എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നേ. എബ്രായർ 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം എടുക്കുന്നില്ല, എല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കാൻ. നിങ്ങൾക്ക് പരിചയമുള്ളവർ കാണും, പരിചയമില്ലാത്തവർ കാണും. എബ്രായർ 9:22 വിതൗട്ട് ദ ഷെഡിങ് ഓഫ് ബ്ലഡ് ദെയർ ഈസ് നോ റെമിഷൻ ഓഫ് സിൻസ്. രക്തച്ചൊരിച്ചിലില്ലാതെ പാപത്തിന് വിമോചനം ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എബ്രായർ 9:22-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ പഴയ നിയമത്തില് അന്ന് പുരോഹിതന്മാരായിട്ട് ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ഉണ്ടായിരുന്നത്. ലേവ്യ ഗോത്രത്തെയായിരുന്നു പുരോഹിതന്മാരായിട്ട് ദൈവം തെരഞ്ഞെടുത്തത്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു യോഹന്നാൻ 20-ാം അധ്യായത്തിൽ ഈ ഒരു കാര്യം നമ്മള് ചിന്തിച്ചപ്പോ കഴിഞ്ഞ ആഴ്ച ആ ഒരു 2 ദൂതന്മാര് തലക്കിലും കാൽക്കലുമായിട്ട് ഇരിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞപ്പോ അത് കൃപാസനത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ചിത്രമാണെന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അപ്പം ആ കൃപാസനത്തില് ഈ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരിക്കും മഹാപുരോഹിതൻ. ആദ്യത്തെ മഹാപുരോഹിതന് അഹരോനായിരുന്നു ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ആദ്യത്തെ മഹാപുരോഹിതൻ. മോശയോട് ചേർന്ന അഹരോന്റെ കാര്യമൊക്കെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ ആ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കല് ഒരു പാപപരിഹാര ദിനം ഉണ്ടായിരുന്നതായിട്ട്, ഒരു ദിനത്തെ പാപപരിഹാര ദിനമായിട്ട് കരുതണം എന്ന് നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്കൊന്ന് വരുവാണെങ്കിൽ, ലേവ്യ പുസ്തകം അതിനകത്ത് അവിടെ യേശുവിന്റെ രക്തച്ചൊരിച്ചിലുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം നമുക്കൊന്ന് നമ്മളെ കർത്താവിന്റെ ക്രൂശിലെ മരണത്തെയും
കർത്താവ് രക്തം ചൊരിഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പം ലേവ്യ പുസ്തകം 16 അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ എല്ലാവർക്കും ലേവ്യ പുസ്തകം എവിടാന്ന് അറിയാവോ? പഴയ നിയമത്തിലെ 3-ാമത്തെ പുസ്തകം ബുക്ക് ഓഫ് ലെവിറ്റിക്കസ്, ലേവ്യ പുസ്തകം. ഓക്കെ, ലേവ്യ പുസ്തകം 16 അധ്യായത്തിലാണ് ദ ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന അതിന്റെ ഹെഡിങ് തന്നെ നമ്മുടെയൊക്കെ മിക്കവരുടെയും അതിന്റെ ആ ഹെഡിങ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ കൊച്ചു പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് കൈവെക്കണം. കേൾക്കാൻ പറ്റുന്നുണ്ടോ അവിടെ? ഓക്കെ, അപ്പോ ആണ്ടിൽ ഒരിക്കല് എന്തുണ്ട്? ഒരു പാപപരിഹാര ദിനം, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്. അറ്റോൺമെന്റ് അല്ലെങ്കിൽ പാപപരിഹാരം, മഹാപാപപരിഹാര ദിനം. വർഷത്തിൽ എത്ര മഹാപാപപരിഹാര ദിനമുണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ആ ദിവസം ഏതായിരിക്കണമെന്ന് വരെയും ദൈവം അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതിന്റെ ആ ലേവ്യ പുസ്തകം ആ 16-ാം അധ്യായത്തില് അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. ഈ മഹാപാപ പരിഹാര ദിനത്തെ കുറിച്ച് പറഞ്ഞിട്ട് 7-ാം മാസം, അവരുടെ 7-ാം മാസം, നമ്മുടെ 7-ാം മാസമല്ല, അവരുടെ 7-ാം മാസം, അവരുടെ ആദ്യത്തെ മാസമാണ് അബീബ് മാസം, അല്ലെങ്കിൽ അബീബ് മാസം എന്നറിയുന്ന, അല്ലെങ്കിൽ നിസാൻ മാസം, അബീബ് മാസം ഒക്കെയാണ്. നമ്മൾ ജനുവരി മാതിരി അവരുടെ ആദ്യത്തെ മാസമായിരുന്നു അബീബ് മാസം, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് നിസാൻ മാസം. അപ്പൊ നമ്മളുടെ മാർച്ച് ഏപ്രിൽ സമയം വരും അവരുടെ അബീബ് മാസം എന്ന് പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 7-ാം മാസം, ആ അബീബ് മാസം അല്ലെങ്കിൽ നിസാൻ മാസത്തിന്റെ 14-ാം തീയതിയാണ് പെസഹ ആയിട്ട് ആചരിക്കണമെന്ന് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ആ അബീബ് മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ 7-ാം മാസത്തിലേക്ക് വരുമ്പോൾ അതാ നമ്മളിവിടെ വായിക്കുന്നത്. ഈ ദിനം എന്തായിരിക്കണം? അത് എന്നേക്കും യഹൂദന്മാർക്ക് ഇന്നും, യഹൂദ മതാചാര പ്രകാരം ജീവിക്കുന്നവർക്ക് ഇന്നും അതൊരു ചട്ടവാ. ഇന്ന് ദൈവം നമ്മളെ, ഈവൻ യഹൂദന്മാര് തന്നെ യേശുവിലേക്ക് വന്നവർക്കൊന്നും ഈ ചട്ടം ബാധകമല്ല. എന്ന് വെച്ചാൽ കർത്താവ് ആ പഴയ നിയമത്തിൽ അതെല്ലാം മാറ്റി കളഞ്ഞിട്ടാണ് നമ്മളെ കർത്താവിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അതിൽ നിന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, അത് യേശുവിൽ എങ്ങനെ നിവൃത്തിയായി എന്നുള്ളൊരു കാര്യം കാണുമ്പോൾ നമുക്ക് അത് ദൈവത്തിന്റെ വചനത്തിന്റെ ആ ഒരു കൃത്യതയും അതിന്റെ ഉപമകളും കാര്യങ്ങളും ഒക്കെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ എത്ര കൃത്യമായിട്ട് യേശുവിലെല്ലാം ഫുൾഫിൽഡ് ആയി എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ. ഇപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വരുക. അപ്പൊ ആ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. അതാ നമ്മള് ആത്മതപനം ചെയ്യുന്നത്. യു ഷൽ ഹംബിൾ യുവർ സോൾസ് എന്നേ ഉള്ളൂ ഇംഗ്ലീഷില്. മലയാളത്തിലെ വാക്ക് കേട്ട് നമ്മൾ പേടിക്കേണ്ട. നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തണം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി സ്വദേശി നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി യാതൊരു വേലയും ചെയ്യരുത്. ആ ദിവസത്തിലല്ലയോ യഹോവയുടെ സന്നിധിയിൽ 30-ാമത്തെ വാക്യം, അതായത് ലേവ്യ പുസ്തകം 16-ന്റെ 30-ാമത്തെ വാക്യം, നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന്. അപ്പം അന്ന് യഹൂദന്മാരുടെ പാപപരിഹാരമായിട്ട് അന്ന് അവർക്ക് ആണ്ടിൽ ഒരിക്കലായിരുന്നു ഈ ഒരു പാപപരിഹാര ദിനമായിട്ടും അവരുടെ പാപങ്ങള് മറയ്ക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഉറപ്പ് അവർക്ക് ലഭിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇത്. അന്ന് യഹൂദന്മാർ. ഇന്ന് നമുക്ക് എല്ലാ ദിവസവും ഏത് സമയത്തും നമുക്ക് കർത്താവിന്റെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ നമുക്ക് പോകാനൊക്കും. കർത്താവിന്റെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ പോകാം എന്ന് നമ്മൾ എബ്രായർ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ പോകാന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ അന്ന് പഴയ നിയമത്തില് ഒരു ധൈര്യം ഇല്ലാതാണ് അവർക്ക് പോകാൻ പറ്റിയിരുന്നത്. അത് എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റത്തില്ല. ആകെപ്പാട് ഒരു മഹാപുരോഹിതൻ കാണും. ആ മഹാപുരോഹിതന് ആർക്കെല്ലാം യാഗങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം ഈ പോകണമെന്നറിയാവോ? ഈ ആർക്കൊക്കെ യാഗം കഴിച്ചിട്ട് പോകണമെന്ന് ചോദിച്ചാല് ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ആ 33-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, ആ ലേവ്യ പുസ്തകം 16-ന്റെ 33 വായിക്കുവാണെങ്കിൽ, അവൻ, അതായത് ഈ മഹാപുരോഹിതൻ, വിശുദ്ധ വസ്ത്രമായ പഞ്ഞനൂൽ വസ്ത്രം ധരിച്ച്, അപ്പൊ അതുപോലെ ഏത് വസ്ത്രധാരണത്തോടുകൂടി അകത്ത് പോകണമെന്നുണ്ട്. ഇന്ന് പുതിയ നിയമത്തിൽ നമുക്ക് എത്ര വലിയൊരു വിടുതലാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുന്ന അതേ ദൈവം, അതേ യഹോവയായ ദൈവം തന്നെ വചനമാകുന്ന യേശുവിനോട് മോശയ്ക്ക് കൊടുത്ത ദൈവവചനം തന്നെ ഇത്. അപ്പൊ ആ ദൈവം തന്നെ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം, നമുക്ക് കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളൂ നമ്മൾ പറയും. എന്നുവെച്ചാല് ഇന്ന് നമുക്ക് ഇപ്പൊ എന്തിനാ പറയുന്നേ, നമ്മൾ തന്നെ കുഞ്ഞുങ്ങളോട് പറയും ഈ ആഹാരം വേസ്റ്റ് ചെയ്യരുത്. ആഹാരം ഇല്ലാത്ത എത്രയോ പട്ടിണി പാവങ്ങളുണ്ട്, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരുണ്ട്. അപ്പൊ നമ്മളിതെല്ലാം വാല്യൂ ചെയ്യണം. എന്നാൽ നമ്മൾ പറയുമ്പോൾ ഇല്ലാത്തപ്പോഴേ അതിന്റെ വില അറിയത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ, അന്ന് ഇവർക്ക് ദൈവസന്നിധിയിൽ വരണമെങ്കിൽ ദൈവസന്നിധിയിൽ വരാൻ ഒക്കത്തില്ല. ആർക്കാ വരാൻ പറ്റത്തുള്ളൂ? ഈ മഹാപുരോഹിതന് ആണ്ടിൽ ഒരിക്കല്
ഒരു ധൈര്യവും ഇല്ലാതെ ചെല്ലാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഭയത്തോടെ ചെല്ലാൻ പറ്റത്തുള്ളൂ, പേടിച്ച് അയ്യോ ഇപ്പൊ ചത്തു വീഴുവോ, എന്തെങ്കിലും ആ യാഗങ്ങളൊക്കെ അർപ്പിക്കുന്നത്. ഈ ലേവ്യ പുസ്തകം 16 അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ അതിന്റെ ആ യാഗങ്ങൾ, ഇന്നാർക്ക് വേണ്ടി ഇന്ന യാഗം, കാളയെ ആർക്കായിട്ട് യാഗം അർപ്പിക്കണം, രണ്ട് ആടുകളെ കൊണ്ടുവരണം, ഒരു ആടിനെ അത് ഒരു സ്കേപ്പ് ഗോട്ടായിട്ട് അസലയിലായിട്ട് മരുഭൂമിയിലേക്ക് വിട്ട് അയക്കണമെന്നൊക്കെ അതിന്റെ 10ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പല പല ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള എല്ലാ നിവൃത്തിയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് അതേ ദൈവം തന്നെ നമുക്ക് പിതാവായിട്ട് യേശു കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി ഇന്ന് പുതിയ ഉടമ്പടിയിൽ നമുക്ക് ജീവിക്കുന്ന നമുക്ക് എത്ര വലിയൊരു ഭാഗ്യപദവിയാണ്. നമുക്ക് ഏതൊരു സമയത്തും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാൻ പറ്റും എന്നുള്ള വലിയൊരു ധൈര്യത്തോടെ നമുക്ക് അടുത്തു വരാൻ പറ്റും. അപ്പൊ അത് നമ്മളിവിടെ ദിവസം 16:33 അവൻ വിശുദ്ധ വസ്ത്രമായ പഞ്ഞുനൂൽ വസ്ത്രം ധരിച്ച് വിശുദ്ധ മന്ദിരത്തിന് പ്രായച്ചിത്തം. വിശുദ്ധ മന്ദിരം ഇത്ര വിശുദ്ധമല്ലേ, അപ്പൊ പിന്നെ അതിനെന്ത് പ്രായച്ചിത്തം കഴിക്കാൻ? ഇന്ന് വിശുദ്ധ മന്ദിരവും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്താ അശുദ്ധമാണ്. ദൈവത്തിന്റെ വിശുദ്ധിയോട് നോക്കുമ്പോൾ ലേവ്യ പുസ്തകം 16 അധ്യായത്തിന്റെ 33 വിശുദ്ധ മന്ദിരത്തിന് പ്രായശ്ചിത്തം കഴിക്കണം, സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും പ്രായശ്ചിത്തം കഴിക്കണം, പുരോഹിതന്മാർക്കും സഭയിലെ, അതായത് അന്ന് പുതിയ നിയമത്തിന്റെ ആ സഭ എന്നുള്ള ആ ഒരു എക്ലീസിയാസ് എന്നുള്ള വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അസംബ്ലി എന്നുള്ള വാക്ക്. അതായത് അവരുടെ ആ ഒരു കൂടിവരവിലെ എന്നാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പുതിയ നിയമത്തിന്റെ സഭ എന്നുള്ള ആ ഒരു വാക്ക് പഴയ നിയമത്തിൽ ട്രാൻസ്ലേഷനിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആ വാക്കല്ല, അസംബ്ലി, ഒരു കൂടിവരവ്. അന്ന് പഴയ നിയമത്തിൽ അവരൊരു കുടിവരവുണ്ടായിരുന്നു. ആ കുടിവരവിലെ ആ സകല ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അപ്പൊ എത്ര പ്രായശ്ചിത്തമായി? വിശുദ്ധ മന്ദിരത്തിനായി, സമാഗമന കൂടാരത്തിനായി, യാഗപീഠത്തിനായി, പുരോഹിതന്മാർക്ക്, സഭയിലെ സകല ജനത്തിന്, അങ്ങനെ 5 പേർക്കുള്ള പ്രായശ്ചിത്തമൊക്കെ കഴിച്ച് അങ്ങനെ ആവുമ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. സംവത്സരത്തിൽ ഒരിക്കൽ, അതാ 34ാമത്തെ വാക്യത്തിൽ, സംവത്സരത്തിൽ, അതായത് ആണ്ടിൽ ഒരിക്കൽ, വൺസ് എവറി ഇയർ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായും പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയൊക്കെയുള്ള യാഗമായിരിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ആ 16 അധ്യായം വായിക്കുമ്പോൾ നമ്മളത് വായിക്കുന്നുണ്ട്. അത് പറഞ്ഞു വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ 7 തവണ രക്തം തെളിക്കണം എന്നുള്ളൊരു കാര്യം ഈ കൃപാസനത്തില്. ആ കൃപാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ അത് ഒരു അടപ്പ് മാതിരി, അതിന്റെ അളവ് വരെയും പുറപ്പാട് 25 പറയുന്നുണ്ട്. 2.5 മുഴം ഇൻറ്റു 1.5 മുഴം എന്ന് പറയുമ്പം, 1 മുഴം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫോറാമിന്റെ നമ്മുടെ കൈയുടെ ഒരു അളവ് മാതിരിയാ 1 മുഴം, ഒരു ക്യൂബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വെച്ചാൽ വലിയ വലിപ്പമൊന്നും ഇല്ലാത്ത, ചിലപ്പോ ഞാൻ അതിന്റെ നമ്മളെ സെന്റിമീറ്റർ പറയുവാണെങ്കിൽ അതിന്റെ ഒരു അളവ് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞോട്ടെ. പുറപ്പാട് പുസ്തകം അല്ല, ഞാൻ നിങ്ങൾ അതിലേക്ക് വന്നില്ലെങ്കിലും സാരമില്ല, ഞാൻ അതിന്റെ അളവ് മാത്രം ഒന്ന് പറഞ്ഞേക്കാം. പുറപ്പാട് പുസ്തകം 25ന്റെ 17ാമത്തെ വാക്യത്തില് ഈ തങ്കം കൊണ്ടുള്ള കൃപാസനം എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കപ്പോറേത്ത് എന്ന് പറഞ്ഞൊരു എബ്രായ പദവാ. അതിന് കവർ ചെയ്യുന്നത്, അപ്പൊ ഈ കൃപാസനം അവര് മെർസി സീറ്റ് എന്ന് ശരിക്കും പറഞ്ഞാൽ കൃപാസനം എന്നുള്ള മലയാളം ട്രാൻസ്ലേഷനും അത്ര ആക്യുറേറ്റ് അല്ല. കരുണയുടെ ഇരിപ്പിടം എന്നാണ് മെർസി സീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ത്രോൺ ഓഫ് ഗ്രേസ്, കൃപയുടെ സിംഹാസനം, എബ്രായർ 4:16 ഇന്ന് നമ്മൾ കൃപാസനത്തിലേക്ക് അടുത്ത് വരുന്നേ. എന്നാൽ പഴയ നിയമത്തിൽ അവർക്ക് കരുണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യേശുവിലൂടെ കൃപ വന്നത്. അപ്പം എക്സാക്ട് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ കരുണയുടെ ഇരിപ്പിടം എന്നോ മറ്റോ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. കപ്പോറത്ത് എന്ന് പറഞ്ഞൊരു എബ്രായ പദവും അവിടെ ഒറിജിനലി ഉപയോഗിച്ചിട്ടുള്ളത്. കപ്പോർ എന്ന് പറഞ്ഞാൽ ടു കവർ. അപ്പൊ ആ ഒരു അതിന്റെ പുറപ്പാട് 25:17 2.5 മുഴം വീതി 1.5 മുഴം, നീളം 2.5 മുഴവും വീതി 1.5 മുഴവും എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ പറയുവാണെങ്കിൽ 110 സെന്റിമീറ്റർ × 66 സെന്റിമീറ്റർ. 110 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ജസ്റ്റ് കുറച്ചുകൂടെ, പിന്നെ 66 എന്ന് പറയുമ്പോൾ ഒരു 3/4 മീറ്റർ വന്നില്ല. അപ്പൊ അത്രയും ഉള്ള ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു പൊന്നുകൊണ്ടുള്ള ഒരു അടപ്പ്, ഏകദേശം ഈ ടീപ്പോടെയൊക്കെ അല്ലേ. അപ്പൊ അത് ഒരു ചതുര പെട്ടിയുടെ അടപ്പായിട്ട് വെക്കുന്നതാ. അപ്പൊ ആ അടപ്പിന്റെ മേലെയാണ് കെരൂബുകൾ തമ്മിൽ ഫേസ് ചെയ്യുന്ന 2 ദൂതന്മാര്, കെരൂബുകൾ. ആ കെരൂബുകളുടെ ചിറകുകൾ തമ്മിൽ ഫേസ് ചെയ്യുന്ന, ദൂതന്മാര് തമ്മിൽ ഫേസ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം. ആ കെരൂബുകൾക്കിടയിൽ നിന്നാണ് ദൈവം സംസാരിക്കുന്നതെന്നാണ്
നമ്മള് നമ്മൾ പഴയ നിയമത്തിൽ നമ്മളത് വായിക്കുന്നേ, നമ്മളത് യുനോ ലേവ്യ പുസ്തകം 16 നമുക്ക് വരാം. നമ്മളിപ്പോ പുറപ്പാട് ദിവസം 25 നമ്മള് സംഖ്യാപുസ്തകത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ ഈ ദൈവത്തിന്റെ ഇരിപ്പിടമായിട്ട് ഈ കൃപാസനത്തെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വാക്യം നമ്മൾ സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിന്റെ 89-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പൊ എവിടെ നിന്നാണ് ദൈവം മോശയോട് സംസാരിച്ചത് എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ആ കൃപാസനത്തിന്റെ ഒരു പ്രാധാന്യം പറയാൻ വേണ്ടി ഞാനത് പറയുക. സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിന്റെ 89-ാമത്തെ വാക്യം, അതായത് സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ്. മോശ തിരുമുമ്പിൽ സംസാരിക്കുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള, സാക്ഷ്യപ്പെട്ടകം എന്ന് പറഞ്ഞാൽ നിയമപ്പെട്ടകം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റെക്ടാങ്കുലർ ചതുരപ്പെട്ടി മാതിരിയുള്ള ആ നിയമപ്പെട്ടകത്തിലാണ് എന്തൊക്കെ മന്ന വെച്ചിരിക്കുന്നത്, അഹരോന്റെ വടി വെച്ചിട്ടുള്ളത്, 10 കൽപ്പനകൾ വെച്ചിട്ടുള്ളത്. അപ്പൊ അതെല്ലാം വെച്ചിട്ടുള്ള ഒരു സാക്ഷ്യപ്പെട്ടകമുണ്ട്. പെട്ടകം എന്ന് പറഞ്ഞാൽ പെട്ടി. സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ, ആ പെട്ടകത്തിന്മേലുള്ള അടപ്പാണ് ഈ കൃപാസനം. ആ കൃപാസനത്തിൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവനോട് സംസാരിച്ചു. അപ്പൊ മോശയോട് ദൈവം എങ്ങനെ സംസാരിച്ചേ? വോയിസ് സ്പീക്കിംഗ് ടു ഹിം ഫ്രം അബവ് ദ മെർസി സീറ്റ് that was on the ark of the testimony from between the 2 cherubims എന്ന് പറഞ്ഞാല് ഈ സാക്ഷ്യപ്പെട്ടകം ഒരു റെക്ടാങ്കുലർ ബോക്സ് ആയിട്ടുണ്ട്, അതിന്റെ അടപ്പായിട്ടുള്ളതുണ്ട്, കെരൂബുകള് അപ്പുറവും ഇപ്പുറവും ഉണ്ട്. അപ്പോ എന്താ ഈ സാക്ഷ്യപ്പെട്ടതിന്മേലുള്ള കൃപാസനത്തിൽ നിന്നുള്ള 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്നത്. ആ കെരൂബുകളുടെ നടുവിലാണ് എന്തോ ഉള്ളത്? ഈ കൃപാസനമുള്ള. ആ കൃപാസനം ദൈവത്തിന്റെ ഒരു ഇരിപ്പിടം മാതിരിയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈവൻ 1 ദിനവൃത്താന്തത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ 1 ദിനവൃത്താന്തം, ആ കൃപാസനം യേശുവിനാണെന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അതിന്റെ മൂലപദങ്ങളിൽ നിന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടായിരുന്നു. ഓക്കെ, 1 ദിനവൃത്താന്തം ഞാൻ ആ 1 ദിനവൃത്താന്തത്തെ വാക്യം വായിക്കുന്നില്ല. അത് ഓക്കെ, സാരമില്ല. ഞാൻ പറഞ്ഞ വെച്ചാൽ ആ സംഖ്യാപുസ്തകം 7-89 എന്നുള്ള ഒരു കാര്യം, 7-89 നമ്മൾ ആ വാക്യം കണ്ടല്ലോ. അപ്പൊ ഈ കൃപാസനത്തിന്മേല് നമ്മൾ തിരിച്ച് ലേവ്യ പുസ്തകത്തിലേക്ക് വരുവാണെങ്കിൽ, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഈ കൃപാസനത്തിൽ നിന്നാണ് ദൈവത്തിന്റെ ശബ്ദം ഉണ്ടായത്. ദൈവത്തിന്റെ ഒരു ഇരിപ്പിടം എന്ന വണ്ണം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഒരു സ്ഥലമാണ് ഈ കൃപാസനം. ആ മഹാപാപപരിഹാര ദിനത്തിനാണ് യോം കിപ്പൂർ എന്നൊക്കെ യഹൂദന്മാര് പറയുന്ന ആ ഒരു എബ്രായ പദം. യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ മഹാപാപപരിഹാര ദിനം, ദ ഡേ ഓഫ് അറ്റോൺമെന്റ് പറയുന്നതാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 14-ാമത്തെ വാക്യത്തിൽ, അപ്പൊ യേശുവിന്റെ പാപപരിഹാര യാഗമായിട്ടുള്ള ഒരു സിമിലാരിറ്റി പറയാൻ വേണ്ടി ഞാൻ പറയുക. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തില് അവൻ കാളയുടെ രക്തം കുറെയെടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. ലേവ്യ പുസ്തകം 16-14. അവൻ രക്തം കുറെ തന്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിലും എത്ര പ്രാവശ്യം തളിക്കണം? 7 പ്രാവശ്യം തളിക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് 19-ാമത്തെ വാക്യം, അവൻ രക്തം കുറെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടുപ്പാക്കി ശുദ്ധീകരിക്കണം. അപ്പം 7 തവണ ഈ കൃപാസനത്തിന്റെ മേലെ രക്തം തളിക്കണം. അപ്പോഴാണ് ഈ പാപങ്ങളൊക്കെ മൂടപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ദൈവം അവർക്ക് അന്ന് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഒരു വ്യവസ്ഥ പ്രകാരം ദൈവം കൊടുത്തൊരു കാര്യം. യേശു കർത്താവ് എത്ര തവണ രക്തം ചുരിഞ്ഞു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് എണ്ണി നോക്കുമ്പോൾ അവിടെയും ഒരു 7 തവണയുള്ള കർത്താവിന്റെ ഒരു രക്തച്ചൊരിച്ചില് അത് പല ബൈബിൾ പണ്ഡിതന്മാര് 7 തവണ കർത്താവ് രക്തം ചൊരിഞ്ഞതായിട്ട് നമ്മള് വചനത്തില് നമ്മൾ പല ഇടങ്ങളിൽ നിന്ന് ഓടിച്ചു നോക്കുവാണെങ്കിൽ അത് മനസ്സിലാവും. കർത്താവിന്റെ 1-ാമത്തെ രക്തച്ചൊരിച്ചില് ഗെത്സമനെ തോട്ടത്തിൽ തന്നെ നടന്നു. എവിടാ? കർത്താവിന്റെ വിയർപ്പ് രക്തമായി തീർന്നു. ലൂക്കോസ് 22-44 വാക്യമാണ്. നമ്മൾ ആ വാക്യം എടുക്കണമെങ്കിൽ എടുക്കാം. ലൂക്കോസ് 22-44 വിയർപ്പ് രക്തമായി തീർന്നു കർത്താവിന്റെ 1-ാമത്തെ രക്തച്ചൊരിച്ചിൽ. അപ്പം 7 തവണ മഹാപുരോഹിതൻ രക്തം കൃപാസനത്തിലേക്ക് തളിച്ചെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തില് ഉള്ള മഹാപുരോഹിതൻ യേശു കർത്താവ് തന്നെ. നമ്മളത് എബ്രായ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട മഹാപുരോഹിതനായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ മെൽക്കിസദേക്ക് ലേവ്യനും
ഏറ്റവും മേലായിട്ടുള്ള ലേവിൻ ഇബ്രാഹിമിൽ നിന്ന് വന്നു. എബ്രാഹാമും ദശാംശം കൊടുത്ത ഒരു രാജാവും പ്രീസ്റ്റ് പുരോഹിതനുമായവനായിട്ട് മെൽക്കിസദേക്കിനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിലൊക്കെ കാണുന്നത്. അപ്പൊ മെൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് യേശുവിനുള്ളത് എന്നൊക്കെ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഈ യേശു കർത്താവാകുന്ന മഹാപുരോഹിതൻ, അവിടെ മഹാപുരോഹിതൻ കർത്താവ് യാഗമൃഗമായിട്ട് ആയതും ആരാ? കർത്താവ് തന്നെ. കർത്താവ് തന്നെ തന്റെ രക്തം എന്താ കൃപാസനവും ആരാ? കർത്താവ് തന്നെയാണ് ഈ കൃപാസനവും നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. കർത്താവ് തന്നെ നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു, പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നു എന്ന് പറയുമ്പോൾ കൃപാസനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ ഗ്രീക്ക് പദം തന്നെയാണ് അവിടെ റോമർ 3-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഉപയോഗിച്ചു എന്നുള്ളതിൽ നിന്ന് യേശു തന്നെയാണ് നമ്മുടെ കൃപാസനമെന്നും കണ്ടു. അപ്പൊ ഈ കർത്താവ് 7 തവണ രക്തം തെളിച്ചു എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഒരു രക്തത്തെളിപ്പ് കർത്താവ് ഗത്സമനെ തോട്ടത്തിൽ തന്നെ രക്തം ചൊരിഞ്ഞു. എന്താ? കർത്താവിന്റെ വിയർപ്പ് രക്തമായി. രണ്ടാമത് കർത്താവ് ക്രൂസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടായിരുന്നു, യോഹന്നാൻ 19-1 വാക്യത്തിൽ കണ്ടായിരുന്നു എന്താ? പിലാത്തോസ് കർത്താവിനെ വാറുകൊണ്ട് അടുപ്പിച്ചു, കർത്താവിന്റെ പുറത്ത് എന്നുള്ള. അപ്പൊ ആദ്യം വിയർപ്പ് ഗ്രന്ഥികളിൽ നിന്ന് രക്തം ചൊരിഞ്ഞു, പിന്നീട് കർത്താവിന്റെ പുറമെല്ലാം അടിച്ചു പൊളിച്ചു. അതുപോലെ രക്തം കർത്താവിന്റെ പുറത്തു നിന്ന് വന്നു. അപ്പൊ അത് യോഹന്നാൻ 19-1 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മത്തായി 27-26 അത് വായിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ രക്തച്ചൊരിച്ചില്. പിന്നെ മൂന്നാമത് മത്തായി 27-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ വായിക്കുവാണെങ്കിൽ, മത്തായി 27-ന്റെ 29-30 വാക്യങ്ങളിൽ, ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, ഞാൻ അതങ്ങ് അതിന്റെ എന്യൂമറേറ്റ് ചെയ്തങ്ങ് അതിന്റെ ഒരു അക്കവിട്ടങ്ങ് ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. അത് അവിടെ കർത്താവിന്റെ തലമേല് മുൾമുടി വെച്ചപ്പോ മുള്ള് എന്തിന്റെ ഫലമായിട്ട് വന്നതാ? പാപത്തിന്റെ ഫലമായിട്ട് മുള്ളുകളൊക്കെ വന്നേ. ദൈവം ആദാമിനെ അവയെ ശപിക്കുമ്പോൾ ഇനിയിപ്പം ഭൂമിയിൽ മുള്ളുകളൊക്കെ കിളിച്ചു വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ശാപമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ശാപമായിട്ട് ആ മുൾമുടി കർത്താവ് ഏറ്റെടുത്തു. അങ്ങനെ കർത്താവ് തലയിൽ നിന്നുള്ള രക്തച്ചൊരിച്ചില്, അപ്പം കർത്താവിന്റെ വിയർപ്പ് ഗ്രന്ഥികളിൽ നിന്നുള്ള രക്തച്ചൊരിച്ചില്, പുറത്തു നിന്നുള്ള രക്തച്ചൊരിച്ചില്, തലമേൽ നിന്നുള്ള രക്തച്ചൊരിച്ചില് മൂന്നാമത്. പിന്നെ കർത്താവിന് 2 കൈകളിൽ അവർ ആണിയടിച്ചപ്പോൾ കൈകളിൽ നിന്നുള്ള രക്തച്ചൊരിച്ചില്, കൈകളിൽ ആണിയടിച്ചതായിട്ട് നമ്മള് അത് പിന്നീട് കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്റെ കൈകൾ കണ്ടോ എന്ന് അവിടെ ലൂക്കോസ് 24-40 യോഹന്നാൻ 20-27 നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്റെ കൈകൾ കണ്ടോ എന്ന് പറഞ്ഞ് ഈവൻ തോമസിനോട് കൈ ആണിപ്പഴുതുള്ള കൈ തൊട്ട് നോക്കാൻ വിരലിടാൻ പറയുമ്പോൾ അവിടെ യോഹന്നാൻ 20-27 ലൂക്കോസ് 24-40 കർത്താവിന്റെ കയ്യിൽ നിന്നുള്ള രക്തച്ചൊരിച്ചില്. പിന്നെ 5-ാമത് കർത്താവിന്റെ കാലിൽ നിന്നുള്ള രക്തച്ചൊരിച്ചില്. ലൂക്കോസ് 24-40 തന്നെ കർത്താവ് തന്നെ കൈയും കാലും കാണിച്ചതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. കൈയും കാലും കാണിച്ച് കർത്താവ് അവരെ വിശ്വസിപ്പിക്കാൻ നോക്കിയതായിട്ട് നമ്മളവിടെ ലൂക്കോസ് 24-40 വാക്യം കണ്ടായിരുന്നു. അപ്പൊ കാലിൽ നിന്നുള്ള രക്തച്ചൊരിച്ചില് 5-ാമതായിട്ട്. പിന്നെ കർത്താവിന്റെ വിലാവിൽ നിന്ന്, അതായത് കർത്താവിന്റെ സൈഡിൽ നിന്ന്, ആ ഹൃദയത്തിന്റെ ആ ഭാഗത്ത് നിന്ന് ഇടത് സൈഡിലായിരിക്കണം അവർ കുത്തിയത്, രക്തവും വെള്ളമായിട്ട് ഒഴുകിയതായിട്ട് നമ്മൾ യോഹന്നാൻ 19-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം നമ്മളതെല്ലാം ദൈവം സഹായിച്ച ആഴ്ചകൾ അത് ചിന്തിച്ചതാ. കർത്താവിന്റെ വിലാപ്പുറത്ത് നിന്നുള്ള രക്തച്ചൊരിച്ചില് 6-ാമത്തെ രക്തച്ചൊരിച്ചില്. പിന്നെ 7-ാമത്തെ രക്തച്ചൊരിച്ചിൽ എന്ന് പറയുന്നത് യെശയ്യാവ് 53-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തില് കർത്താവ് മുറിവേറ്റും, ഹി വാസ് ക്രഷ്ഡ് ആൻഡ് ബ്രൂയിസ്ഡ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം കർത്താവിന്റെ ഇന്നർ ബ്ലീഡിങ്, അതായത് അകമേ കർത്താവിന്റെ ശരീരം മൊത്തം ഉണ്ടായിരുന്ന ആ ഒരു രക്തച്ചൊരിച്ചിലും കൂടെ നമ്മൾ അതും കൂടെ കൂട്ടുവാണെങ്കിൽ അത് യെശയ്യാവ് 53-ന്റെ 5-ാമത്തെ വാക്യത്തില് എന്നാൽ അവൻ നമുക്ക് അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. അപ്പൊ ആ ഒരു ഹി വാസ് പിയേഴ്സ്ഡ് ആൻഡ് ക്രഷ്ഡ് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഉള്ളാരെയുള്ള ഇന്റേണൽ ബ്ലീഡിങ്, അതും കൂടെ ഇന്നർ ബ്ലീഡിങ്ങും കൂടെ ചേർക്കുമ്പോൾ 7 പ്രാവശ്യമുള്ള രക്തച്ചൊരിച്ചിൽ. അപ്പം ആ 7 തവണ ആ രക്തം ആ കൃപാസനത്തില് 7 തവണ ചൊരിയുമ്പോഴത്തേക്കും ആ കൃപാസനം എല്ലാം രക്തം കൊണ്ട് അങ്ങ് മൂടപ്പെടും. അപ്പോ അന്ന് ഈ കോലാടുകളുടെയും ചെമ്മരിയാടുകളുടെയൊക്കെ കോലാടുകളുടെയൊക്കെ രക്തത്തിന് അവരുടെ പാപത്തെ കഴുകി കളയാൻ സാധിക്കത്തില്ലായിരുന്നു. പാപത്തെ ഒന്ന് മറയ്ക്കാൻ മാത്രമേ സാധിക്കത്തുള്ളായിരുന്നു. അപ്പൊ ആ സങ്കീർത്തനം 32-ന്റെ 1-ാമത്തെ വാക്യത്തില് നമ്മൾ എന്താ വായിക്കുന്നത്? പഴയ നിയമത്തില് പാപത്തിന്റെ ലംഘനം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാ വായിക്കുന്നത്. അന്ന്
മറച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാഗ്ബർ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊരു ഒരു ബ്ലാക്ക് ബോർഡിൽ നമ്മുടെ പാപങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണി എടുത്ത് ആരെങ്കിലും എടുത്ത് മൂടുവാണെങ്കിൽ പിന്നെ ആരും ഇത് കാണത്തില്ല. എന്നാൽ ആരെങ്കിലും ഈ തുണി എടുത്തപ്പോഴെങ്കിലും മാറ്റുമോ എന്നുള്ളൊരു പേടിയാണ് ഓരോ പ്രാവശ്യം. അത് ആണ്ടിലൊരിക്കല് അവര് ഈ പാപപരിഹാരത്തിനായിട്ട് അവര് ദേവാലയത്തിൽ വരുമ്പോ ദിവസം ആനുവൽ റിമൈൻഡർ ഓഫ് ദി സിൻസ് എന്ന് നമ്മൾ എബ്രായർ 10-ാം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവരുടെ ആണ്ട് ഓരോ വാക്യം ഞാനെടുത്ത് വായിക്കാം. എബ്രായർ 10-ാം 3-ാമത്തെ വാക്യത്തില് ഓരോ ആണ്ടുകൾ വരുമ്പോഴും അവിടെ ഓരോ വർഷങ്ങൾ തോറും അവർ ഈ മഹാപാപ പരിഹാര ദിവസത്തിലേക്കൊക്കെ വന്ന് അവര് ഈ ദേവാലയത്തിലേക്ക് വരുമ്പം അന്ന് സമാഗമന കൂടാരമായിരുന്നു മോശയുടെ സമയത്ത്. പിന്നീട് ശലോമോന്റെ സമയത്താണ് ദേവാലയം അതേ സമാഗമന കൂടാരത്തിന് അതേ പാറ്റേണില്ല. പിന്നീട് ശലോമോന്റെ സമയത്തും പിന്നീട് ആലയം പുനർനിർമ്മിക്കപ്പെട്ടപ്പോഴൊക്കെ അതേ പാറ്റേണില്ല നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം അവിടെ ആലയം ഇല്ല എന്ന യഹൂദന്മാർ ആ ആലയം വീണ്ടും നിർമ്മിക്കാൻ വേണ്ടി എല്ലാം ഒരുങ്ങിയിരിക്കും. ഇപ്പൊ അവിടെ ഒരു മോസ്ക് മുസ്ലിം പള്ളിയാ അവിടെ ഉള്ളത്. എന്നാൽ എത്രയും വേഗം അവിടെ ആലയം പണിയാനായിട്ട് യഹൂദന്മാര് അതെല്ലാം കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുന്നത്. അവസാന കാലത്ത് എതിർക്രിസ്തുവിന്റെ സമയത്തായിരിക്കും അവർക്ക് ആലയം പണിയാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഇതിന്റെ സൂചനകളൊക്കെ നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ പഠനത്തിലൊക്കെ നമ്മളത് കണ്ടായിരുന്നു. എബ്രായർ ലേഖനം 10-ാം 3-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴും ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോഴും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ക്ഷമിക്കപ്പെട്ടു, പക്ഷേ അയ്യോ പിന്നെ പാപങ്ങളുടെ ഓർമ്മയാന്ന് വെച്ചാല് അവിടെ പാപങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അത് ആ പാപങ്ങൾ മറയ്ക്കപ്പെട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ നിയമത്തിൽ. ഇന്ന് യേശുവിന്റെ രക്തം നമ്മളുടെ പാപങ്ങൾ മറയ്ക്കുവാണോ ചെയ്യുന്നത്? ഇന്ന് പലപ്പോഴും നമ്മള് ചില ഇംഗ്ലീഷ് പാട്ടിലൊക്കെ വി ആർ അണ്ടർ ദ ബ്ലഡ് കവേഴ്സസ് എന്നൊക്കെ നമ്മൾ പാടുമായിരിക്കും. നമ്മുടെ പാട്ടുകളിലൊന്നും ഇല്ല എന്തായാലും ദിവസമായിട്ട് നമ്മൾ സാഗ്രഹം കേട്ടിട്ടുണ്ട്. അങ്ങനെ ബ്ലഡ് ഇസ് കവറിങ് എസ് എന്ന് നമ്മൾ ഇന്ന് പാടുന്നത് രക്തം നമ്മളെ മൂടുന്നു എന്ന് നമ്മൾ പാടുവാണെങ്കിൽ അതൊരു പഴയ നിയമത്തിന്റെ പാട്ടാണ്. എന്നാൽ രക്തം നമ്മളെ കഴുകുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും കഴുകി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് 1 യോഹന്നാൻ 1-ാം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ യേശുവിന്റെ രക്തം നമ്മളുടെ പാപങ്ങൾ മൂടി വെച്ചേക്കുമല്ല, മറിച്ച് കഴുകിക്കളയുക എന്ന് പറഞ്ഞാല് ഈ കർത്താവ് എന്ത് ചെയ്തു? ഈ തുണിയൊക്കെ അങ്ങെടുത്ത് മാറ്റി ആ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ എഴുതിയിരിക്കുന്ന പാപമെല്ലാം നല്ലൊരു ഡസ്റ്റർ നന്നായിട്ട് തുണി നനച്ച് അല്ലെങ്കിൽ നല്ലൊരു ഡസ്റ്റർ വെച്ച് അതെല്ലാം തുടച്ച് കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് ആർക്കും പിന്നെ അത് വായിക്കാനേ പറ്റത്തില്ല. നമ്മുടെ പാപങ്ങൾ കർത്താവ് ഓർക്കുന്നില്ല. അപ്പൊ ആ ഒരു കർത്താവിന്റെ ആ പാപപരിഹാരം കർത്താവ് 7 തവണ രക്തം ചൊരിഞ്ഞത് അന്ന് കോലാടുകളുടെ രക്തച്ചൊരിച്ചിൽ മാതിരി അതിന്റെ ഒരു പ്രതീകം ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഒരു ആഴത്തിലുള്ള ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് കർത്താവ് നമ്മളെ പാപങ്ങൾ ഓർക്കുന്നില്ല എന്ന് ബൈബിളിൽ എവിടെ പറയുന്നേ? ആ വാക്യങ്ങൾ അറിയാവോ? 2 തവണ പറയുന്നുണ്ട്, 3 തവണ പറയുന്നുണ്ട്. എബ്രായർ അത് പഴയ നിയമത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ എബ്രായർ 10-ാം അധ്യായത്തിലുണ്ട്. 10-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ 8-ാം അധ്യായത്തിന്റെ എബ്രായർ 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവിടെ നിന്നുള്ളൊരു കൊട്ടേഷനാ, യെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ളൊരു കൊട്ടേഷനാ നമ്മളിവിടെ ആക്കുന്നത്. എബ്രായർ 8-12, 10-17 അത് യെരമ്യാവ് 31-ന്റെ 34-ാമത്തെ വാക്യത്തിന്റെ കൊട്ടേഷനാ. യെരമ്യാവ് 31-34. അപ്പം ആ പഴയ നിയമത്തിൽ പുതിയ നിയമത്തെ കുറിച്ച് പ്രവചിച്ചിരിക്കും അവിടെ യെരമ്യാവ് 31-ന്റെ 31 മുതലുള്ള വാക്യങ്ങളില്. എന്നാൽ അതിന് പൂർത്തീകരണം യേശുവില വന്നിരിക്കുന്ന ആ പുതിയ നിയമം, ആ പുതിയ ഉടമ്പടി യേശു കർത്താവ് സ്ഥാപിച്ചാണെന്ന് പറഞ്ഞാണ് എബ്രായർ 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ അഥവാ നമ്മൾ മിസ്സായി പോയാൽ പിന്നെ ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എബ്രായർ 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ. നമ്മുടെ പാപങ്ങൾ ഇന്ന് നമ്മൾ കർത്താവിന് മുമ്പാകെ ഇന്ന് ആയിരിക്കുമ്പോ അയ്യോ ഞാൻ അന്ന് ആ കുറ്റം ചെയ്തല്ലോ, അന്ന് ആ പാപത്തിൽ വീണല്ലോ, ദൈവം എന്റെ പാപങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തില് കർത്താവിന്റെ ആ ഒരു പാപക്ഷമയുടെ ആഴം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ദൈവം നമ്മളെ കർത്താവ് നമ്മളെ ക്ഷമിക്കുമ്പോൾ, ഇന്ന് പുതിയ നിയമത്തിൽ ദൈവം നമ്മളോട് ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളൊന്നും ഓർക്കുന്നില്ല എന്നാണ് വെച്ചാല് നമ്മൾ ഇതുവരെയും പാപം ചെയ്തിട്ടില്ലെന്ന വണ്ണം കർത്താവ് നമ്മൾ നീതീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു വിടുതല് നമുക്കുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മൾ യോഹന 20-ലേക്ക് നമുക്ക് തിരിച്ചു വരാം. യോഹന അതിലൊരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞത് കർത്താവിന്റെ രക്തച്ചൊരിച്ചില് കർത്താവ് കൃപാസനമാണെന്നൊക്കെ പറയുമ്പോൾ ആ കൃപാസനത്തിന്മേല് കർത്താവ് തന്നെ, മഹാപുരോഹിതനായ കർത്താവ് തന്നെ, യാഗമൃഗമായ കർത്താവിന്റെ തന്നെ രക്തം അത് താൻ തന്നെ ആകുന്ന കൃപാസനത്തിന്റെ മേല് 7 തവണ ആ രക്തം ചൊരിഞ്ഞ് അവിടെ നമ്മളുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് കർത്താവ് അത് ചെയ്തപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാക്രിഫൈസ് ആണ് എന്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി എന്റെ പാപവിമോചനത്തിനായിട്ട് ചെയ്തിട്ടുള്ളത്. അത് ദൈവത്തിന്റെ ആ ഒരു നീതി നിവർത്തിക്കുവാൻ വേണ്ടി കർത്താവ് ആ നിത്യ നരകയാതന എല്ലാം ക്രൂശിൽ സഹിച്ചുകൊണ്ടാണ് കർത്താവ് ആ
രക്തം ചൊരിഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വിലയേറിയ രക്തം നമ്മളുടെ പാപങ്ങളെല്ലാം ഇന്ന് കഴുകി കളയുന്നത്. അപ്പം ഇന്ന് നമ്മൾ പാപത്തെ എത്രമാത്രം ഗൗരവമായിട്ട് എടുക്കണം, കർത്താവിന്റെ രക്തം ചൊരിയാൻ തക്കവണ്ണം കർത്താവ് നമ്മളുടെ ആ പാപങ്ങളെ എത്ര ഗൗരവമായിട്ട് കണ്ട് കർത്താവ് അതിന്റെ ആ ശിക്ഷയെല്ലാം ഏറ്റെടുത്ത് കർത്താവ് നമുക്കിവിടെ രക്തം ചൊരിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് മധ്യസ്ഥം നമുക്കായിട്ട് പക്ഷപാതം ചെയ്യുമ്പോൾ ആ കർത്താവിന്റെ രക്തച്ചൊരിച്ചിലും കർത്താവിന്റെ പുണ്യാഹയാഗവും അത് നമുക്കത് അത് വളരെ വിലയുള്ളതായിട്ട് കാണാനും കർത്താവിന്റെ നമ്മളോടുള്ള സ്നേഹത്തെ അത് ഓർപ്പിക്കാനും ഒക്കെ ഇടയാക്കട്ടെ. നമുക്ക് തിരിച്ച് യോഹന്നാൻ 20 അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ അതിന്റെ 19 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. നമുക്കറിയാം ആ 1-ാം നാൾ തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. ആ ഉയർത്തെഴുന്നേറ്റ് ദിവസം തന്നെ കർത്താവിന് ബിസി ഷെഡ്യൂൾ ആയിരുന്നു. ആ ദിവസം മൊത്തം അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. ആർക്കൊക്കെ ഇപ്പൊ ഞാനൊക്കെ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ 9 മുതൽ 9:05 വരെ ഒരാൾക്ക്, 9:05 മുതൽ 9:10 വരെ ഒരാൾക്ക്, പിന്നെ അടുത്ത 10 മിനിറ്റ് ഒരാൾക്ക് എന്ന് പറഞ്ഞ് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് പോലെ കർത്താവിന് അന്ന് 5 അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. കർത്താവ് ആദ്യം മഗ്ദലക്കാരത്തി മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു, പിന്നീട് ബാക്കിയുള്ള സഹോദരിമാർക്ക് പ്രത്യക്ഷപ്പെടുന്നു, പിന്നെ എമ്മാവസിലുള്ള 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു, പിന്നെ പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നു, പിന്നെ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ അങ്ങനെ 5 തവണ കർത്താവിന്റെ ആ ഒരു പ്രത്യക്ഷപ്പെടില്ല. വൈകുന്നേരം ആയപ്പോഴാണ് കർത്താവ് ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കാര്യം നമ്മൾ യോഹന്നാൻ 20 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ നമ്മൾ വായിച്ച്. അപ്പം യോഹന്നാൻ 20 അധ്യായത്തിന്റെ 19 വാക്യത്തില് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ, അവരെ വാതിൽ അടച്ചിട്ടവരായിരുന്നു. എന്ന് നമുക്ക് ഇന്ന് നമ്മളുടെ വാതിലുകളൊക്കെ അടച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ ശിഷ്യന്മാര് എത്ര ധൈര്യത്തോടെ കർത്താവിനെ സാക്ഷിച്ചു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലുള്ള കാര്യമൊക്കെ നമ്മളത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്ത ആ ഒരു ധൈര്യം, അവര് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുത്ത ആ ഒരു ധൈര്യം, നമ്മൾ ആ കാര്യങ്ങളൊക്കെ 2 തിമോഥെയോസ് 1:7 നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ എല്ലാം ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ കണ്ടു. അപ്പൊ അവര് വാതിൽ അടച്ചിരിക്കെ യേശു അവിടെ വന്നു, നടുവിൽ നിന്നുകൊണ്ട് എന്താ കർത്താവ് പറഞ്ഞു? നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. കർത്താവിന് അറിയാമായിരുന്നു അവർക്ക് എന്താ ആവശ്യം എന്നുള്ളൊരു കാര്യം. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിലും കർത്താവ് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന് കർത്താവ് എന്താ നമ്മളോട് സംസാരിക്കുന്നേ? നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ആ ഒരു സമയത്ത്, നമ്മുടെ ആവശ്യത്തിന്റെ ഘട്ടത്തില് നമുക്ക് അന്ന് ശിഷ്യന്മാർക്ക് ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു ചോദിച്ചാൽ അവർക്ക് സമാധാനമായിരുന്നു ആവശ്യമായിട്ടുണ്ടായിരുന്നു. വെച്ചാൽ അവരുടെ ഹൃദയത്തിൽ ഭയങ്കര അസ്വസ്ഥതയും ഭയങ്കര ആകുല ചിന്തകളും, ഇനി എന്താവും, അവരെയും കൂടെ ഈ യഹൂദന്മാര് പിടിച്ചിനി ക്രൂശിക്കുവോ, കൊല്ലുവോ, ഭാവി എന്താവും, അവരുടെ കൂടെ എല്ലാമായിട്ട് കർത്താവ് അവരുടെ കൂടെ 3.5 വർഷക്കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കാണുന്നതേ ഉള്ളൂ. പത്രോസിന് പ്രത്യക്ഷപ്പെട്ടായിരുന്നു അതിനു മുമ്പേ. എന്നാൽ ബാക്കിയുള്ള ശിഷ്യന്മാരും എല്ലാം അവര് അടച്ചിട്ട റൂമുകളിൽ, അടച്ചിട്ട മുറിയിലായിരുന്ന സമയത്ത് കർത്താവ് പറയുന്ന ആ ഒരു വാക്യം, നിങ്ങൾക്ക് സമാധാനം. കർത്താവ് അതേ കാര്യം തന്നെ വീണ്ടും പറയുന്നതായിട്ട് നമ്മൾ ഇവിടെ ഈ പീസ് ബി ടു എന്നുള്ള 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ 21-ാമത്തെ വാക്യത്തിൽ വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. കർത്താവ് ക്രൂസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവ് എന്താ പറഞ്ഞേ? യോഹന്നാൻ 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എന്തിനാ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യോഹന്നാൻ 16-ന്റെ 33-ാമത്തെ വാക്യം നമുക്കറിയാം. നമ്മളുടെ ജീവിതത്തില് കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം എന്താ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഹൃദയത്തില് ദൈവം ആഗ്രഹിക്കുന്ന വണ്ണമുള്ള ഒരു സമാധാനത്തിന്റെ ഒരു നദി നമ്മളിലുണ്ടോ? അതോ വേറെ പല പല കാര്യങ്ങളായിട്ട് പല പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അസ്വസ്ഥരാണോ? നമ്മൾക്കറിയാം, ലേഖനങ്ങളൊക്കെ എഴുതുമ്പം അപ്പോസ്തലന്മാരൊക്കെ ലേഖനങ്ങൾ എഴുതുമ്പം, പത്രോസായാലും പൗലോസായാലും എല്ലാവരും ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടായിരിക്കട്ടെ, ഗ്രേസ് ആൻഡ് പീസ് ബി ടു യു എന്ന് പറഞ്ഞ് അവർ തുടങ്ങി. നമുക്കറിയാം, കൃപ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ കൃപ. അത് നമ്മള് പല വചനങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ടുള്ള ഒരു സമാധാനം എടുത്തു പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഏതൊരു സമയത്തും
ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? നമ്മളെപ്പോഴും ആ ഒരു സകല ബുദ്ധിയും കവിയുന്ന സ്വർഗീയ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം. നമ്മളുടെ ജീവിതത്തിൽ എത്ര അൺസർട്ടൺ ആയിട്ടുള്ള എന്താണ് പറയുന്നത്, എത്ര അൺസർട്ടൺ അല്ലെങ്കിൽ എന്താ നിശ്ചയമില്ലാത്ത പല കാര്യങ്ങളും ഒക്കെ സംഭവിക്കുമ്പോഴോ, പല രോഗാവസ്ഥകളോ, സാമ്പത്തികമായിട്ടുള്ള പല ഞെരുക്കങ്ങളോ, പല തരത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെ, വ്യക്തികളിലൂടെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അസമാധാനം കൊണ്ടുവരാനാ എപ്പോഴും സാത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താ? ഇന്ന് യേശുവിലൂടെ പരിശുദ്ധാത്മ നമ്മളിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സമാധാനമാണ്. ആ സമാധാനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദീർഘക്ഷമയുണ്ട്, പരോപകാരമുണ്ട്, ഇന്ദ്രജീവമുണ്ട്, സൗമ്യതയുണ്ട്, വിശ്വസ്തയുണ്ട്. അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലമാണെന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് ദൈവത്തോട് ആ കർത്താവ് നമുക്ക് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തോടൊരു സമാധാനം ഉണ്ടായി എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു പാപം മൂലം. കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് വീക്ഷിച്ച് കർത്താവിന്റെ വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു, നമ്മുടെ പാപങ്ങൾ ഓർക്കുന്നില്ല. അങ്ങനെ ദൈവത്തോട് നമുക്കൊരു സമാധാനമുണ്ട്. പിന്നെ നമ്മളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടുള്ള ഒരു, നിങ്ങൾക്ക് അത് നമ്മൾ റോമർ 5-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. വി ഹാവ് പീസ് വിത്ത് ഗോഡ്, പീസ് വിത്ത് ഗോഡ്, പീസ് ഓഫ് ഗോഡ്, പീസ് വിത്ത് എവരി വൺ. അപ്പം പീസ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള സമാധാനം. അത് നമ്മൾ റോമർ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം നമ്മളുടെ സമാധാനം എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു സമാധാനം. നമ്മള് ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, നമ്മള് പാപം ചെയ്തു, നമ്മളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ കർത്താവിന് വേദന ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. അതേ 5-ാം അധ്യായത്തിന്റെ 8, 10, 6, 8, 10 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മള് 6-ാമത്തെ വാക്യത്തിൽ, റോമർ 5-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ നിസ്സഹായരായിരുന്നു എന്ന് വായിക്കുന്നു. നമ്മള് ബലഹീനർ, ഹെൽപ്ലെസ്, അല്ലെങ്കിൽ നിസ്സഹായർ, അല്ലെങ്കിൽ ബലഹീനരായിരുന്നു എന്ന് അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ, റോമർ 5-ന്റെ 6 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ പാപികളായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ശത്രുക്കളായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ഹിസ് എനിമീസ് എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പാപം മൂലം നമ്മള് ബലഹീനരായിരുന്നു, പാപികളായിരുന്നു, ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. എന്നാ കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, വിശ്വാസത്താല് കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, നീതീകരണത്തെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം, കർത്താവിന്റെ രക്തത്താലുള്ള നീതീകരണം എല്ലാം ഒരേ കാര്യം തന്നെ. നമ്മൾ നീതീകരിക്കപ്പെടുമ്പോൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് റോമർ 5-ന്റെ 1 നമ്മൾ വായിക്കുന്നു. പിന്നെ കർത്താവിന്റെ രക്തത്താലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് റോമർ 5-ന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ കൃപയാലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് റോമർ 3-ന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമർ 3-ന്റെ 28-ലും 24-ലും 28 നോക്കുകയാണെങ്കിൽ കൃപയാൽ, അതായത് കൃപയാൽ, വിശ്വാസത്താല്, കർത്താവിന്റെ രക്തത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് നമ്മളുടെ പാപങ്ങളൊന്നും ഓർക്കുന്നില്ല. അപ്പൊ കർത്താവ് നമ്മളുടെ ജീവിതത്തില് ഒരു കുറ്റമുള്ള ഒരു മനസാക്ഷിയുമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇന്ന കുറവുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്, ദൈവം എന്നെ കൈവിടുവോ, എനിക്ക് അവസാനത്തോളം നിൽക്കാൻ സാധിക്കുവോ, അങ്ങനെ ഒരു അനാരോഗ്യകരമായ ഒരു ഭയം നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ സമാധാനം കെടുത്തുന്ന തരത്തില് അയ്യോ ദൈവം എന്നെ കൈവിടുവോ, എന്റെ ജീവിതത്തിൽ ഇത്ര കുറവുകളും വീഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അയ്യോ എന്റെ പാവങ്ങള് ഇന്ന് ഇതുപോലൊക്കെയുള്ള എന്തെല്ലാം വീഴ്ചകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു അനാരോഗ്യകരമായ ഒരു ഭയമാണ് നമ്മളെ ഭരിക്കുന്നത്. അയ്യോ ഞാൻ വീണു പോവോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ യഥാർത്ഥത്തിൽ നീതീകരണത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കർത്താവിന്റെ രക്തത്താല്, കർത്താവ് 7 തവണ രക്തം ചൊരിഞ്ഞത് നമ്മളെ സംബന്ധിച്ചോളം വൃഥാവായി പോയി എന്ന് പറയേണ്ടി വരും. എന്നാൽ കർത്താവ് 7 തവണ രക്തം ചൊരിഞ്ഞത്, കർത്താവ് അത് എനിക്ക് വേണ്ടി, ഈ ലോകത്ത് ഒരു പാപി ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കർത്താവ് അവിടുന്ന് എനിക്ക് വേണ്ടി വന്ന് ഈ 7 തവണയല്ല, ഇനി 70 തവണ വേണമെങ്കിലും കർത്താവ് രക്തം ചൊരിയുമായിരുന്നു. അത്രയധികം കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. നമ്മള് പാപത്തിൽ തുടരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഇനി ഞാനൊരു പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കർത്താവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിക്കും. അപ്പം കർത്താവ് നമ്മളുടെ പാപങ്ങൾ ഓർക്കുന്നില്ല. നമ്മളത് എബ്രായർ ഇതൊക്കെ നമ്മൾ തിയറിയായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കാനുള്ള കാര്യങ്ങളല്ല, മറിച്ച് നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്, പ്രായോഗികമായിട്ടുള്ള അതിന്റെ ഒരു ഫലം നമ്മൾ അനുഭവിക്കണം. എന്ന് വെച്ചാൽ എന്താ? കർത്താവ് നമ്മുടെ പാപങ്ങളെ ഓർക്കുന്നില്ല. അപ്പൊ ഞാനിന്ന് കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഞാൻ ഇത്ര 10,936,036 പാപങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞല്ലേ ഞാൻ നിൽക്കേണ്ടത്. ഞാൻ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന വണ്ണമുള്ള ഒരു
കോൺഫിഡൻസോട് ഇന്ന് എത്ര പേർക്ക് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് ചോദിക്കുന്നത്, എത്ര പേർക്ക് നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഒരു പാപം ചെയ്തിട്ടില്ല എന്ന വണ്ണമാണ് ഞാൻ, ആ ഒരു പ്രാഗൽഭ്യത്തോടാണ് ഞാൻ ഇന്ന് എന്റെ യേശുവിന്റെ മുമ്പാകെ നിൽക്കുന്നതെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അത്രയും പേരെ യഥാർത്ഥത്തിൽ കർത്താവിന്റെ നീതീകരണത്തിന്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിച്ചിട്ടുണ്ട്. അല്ല, പക്ഷെ നമ്മള് ബാക്കിയുള്ള അയ്യോ എന്താ ഇങ്ങനെ ആണ്ടുതോറും ഇങ്ങനെ പാപങ്ങളുടെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മളിപ്പോഴും പഴയ നിയമത്തിന്റെ ആത്മാവിലിരിക്കുക എന്ന് പറയേണ്ടി വരും. എന്നാൽ കർത്താവ് എന്റെ പാപങ്ങളൊന്നും ഓർക്കുന്നില്ല. ഹി ഡസ് നോട്ട് റിമെമ്പർ. ഞാൻ നീതീകരിക്കപ്പെട്ടു, എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കർത്താവ് അന്ന് ശിഷ്യന്മാരുടെ അടുക്ക് വന്ന് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് നമുക്കതങ്ങ് വായിച്ചു പോയെന്ന്. എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തോടൊരു സമാധാനം ഉണ്ടോ? നമ്മൾ എങ്ങനെ ദൈവത്തോട് സമാധാനം വരുന്നേ? നമ്മൾ നീതീകരിക്കപ്പെട്ടിട്ട്, നമ്മളിപ്പോ അതാ റോമർ 5:1 വായിച്ചു, നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അത് ശരിക്കും പറഞ്ഞ ക്രിസ്ത്യ ജീവിതത്തിന് വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ നീതീകരണം എന്ന് പറഞ്ഞത്. എന്നാൽ പോലും പലപ്പോഴും ദൈവമക്കളുമായിട്ട് നമ്മള് കൂടുതൽ സംസാരിക്കുമ്പോൾ പലർക്കും ഈ ഒരു നീതീകരണത്തിന്റെ ഒരു ഉറപ്പ്, കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു, കർത്താവിന്റെ നീതി നമുക്കായിട്ട് കണക്കിട്ടിരിക്കുന്നു, കർത്താവിന്റെ പാപങ്ങളൊന്നും ഓർക്കുന്നില്ല എന്ന വണ്ണമുള്ള ഒരു ധൈര്യമൊന്നും പലർക്കും ഇല്ല എന്നുള്ളതാ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം. അത് പിശാച് നമ്മളെ റോബ് ചെയ്യുന്നു. നമുക്ക് ഉള്ള വലിയൊരു ദൈവം തന്നിട്ടുള്ള വലിയൊരു നിക്ഷേപം നമ്മളെ നിന്ന് കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. ഇപ്പൊ നമുക്ക് വലിയൊരു സമ്പത്ത് നമ്മളുടെ അപ്പനമ്മമാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ആരെങ്കിലും നമ്മളെ ചതിച്ചുകൊണ്ട് അത് തട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മളത് സമ്മതിക്കൂ? ഇല്ല. അത് അപ്പനമ്മമാർക്ക് എനിക്ക് അവകാശമായിട്ട് കിട്ടിയിട്ടുള്ളതാ, അത് ആർക്കും തട്ടിയെടുക്കാൻ ഒക്കത്തില്ല. നമ്മൾ പറയുന്ന യേശു കർത്താവ് തന്റെ രക്തം ചൊരിഞ്ഞ് നമുക്ക് നീതീകരണം തന്നിട്ടുണ്ട്. കർത്താവ് നമ്മുടെ പാപങ്ങളൊന്നും ഓർക്കുന്നില്ല. പക്ഷെ നമ്മളെന്തോ പെർഫെക്റ്റ് ആയി എന്നുള്ളതല്ല, മറിച്ച് കർത്താവ് ഇനി ഞാൻ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ വെളിച്ചത്തിലായിട്ട് വന്നിട്ടുള്ള ഒരുവനാണെങ്കിൽ കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. കർത്താവ് നമ്മുടെ പാപങ്ങളൊന്നും ഓർക്കുന്നില്ല. അത് നമ്മളുടെ ജീവിതത്തിന് അവസാനത്തെ നിമിഷം വരെ, നമ്മൾ ഇനിയിപ്പം നമ്മൾ മരണക്കിടക്കയിൽ വരെ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ, കർത്താവിന്റെ പരമനാൾ വരെയും നമ്മൾ ഒരിക്കലും മാറിപ്പോകരുതാത്ത വളരെ ഒരു ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സത്യമാണ്. കർത്താവ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ പീസ് വിത്ത് ഗോഡ്, ദൈവത്തോട് നമുക്കിന്ന് സമാധാനം ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെ കർത്താവിനോട് ഏറ്റു പറയും. എന്തെങ്കിലും നമ്മളെ കുറ്റബോധപ്പെടി കർത്താവിനോട് ഏറ്റു പറഞ്ഞ് കർത്താവ് ക്ഷമിച്ചു എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഇപ്പം തന്നെ പ്രാപിക്കണം. കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നതിനെ, എന്റെ അടുക്കിലേക്ക് വരുന്നതിനെ ഞാൻ ഒരു നാളും തള്ളിക്കടയിൽ ഉപേക്ഷിക്കില്ലെന്ന് എവിടെ പറയുന്നേ? യോഹന്നാൻ 6:37 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 6:37 കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ തള്ളിക്കളയത്തില്ല. യോഹന്നാൻ 6:37 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ റോമർ 5:1 എന്താ വായിച്ചത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം പീസ് വിത്ത് ഗോഡ് നമ്മളിപ്പം കണ്ടു. ആൻഡ് പീസ് ഓഫ് ഗോഡ്, പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമാധാനം. അതായത് ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ട്, നല്ല കാര്യം. നമ്മൾ നല്ല മനസാക്ഷിയുണ്ട്, കർത്താവ് നമ്മുടെ പാപങ്ങളൊന്നും ഓർക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ സമാധാനം നമ്മളിൽ ഒരു നദിയായിട്ട് വന്നങ്ങ് നിറയും. അത് നമ്മള് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു അപ്പോസ്തലന്റെ വാക്കുകൾ നമ്മൾ ഇപ്പോഴും ഉദ്ധരിക്കുന്ന ആരാ? ഫിലിപ്പിയർ 4:7 വാക്യം മിക്കവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്നാലും നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കുവാണെങ്കിൽ ഫിലിപ്പിയർ 4:7 എന്താ നമ്മൾ വായിക്കുന്നത്? പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമാധാനം. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. നമ്മള് മാനസാന്തരത്തോടെ കർത്താവിന്റെ വെളിച്ചത്തിന് മുമ്പാകെ വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഇനി ഞാൻ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടി, കർത്താവെ അവിടുന്ന് 7 തവണ ആ രക്തം ചൊരിഞ്ഞ്, അവിടുന്ന് ആ കൃപാസനത്തിന്റെ മേലെ കർത്താവെ തന്റെ രക്തത്തെ ചൊരിഞ്ഞ് എന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് അവിടുന്ന് ആയി തീർന്നുവല്ലോ. അവിടുന്ന് തന്നെ എന്റെ പ്രായശ്ചിത്തമായിട്ട്, എന്റെ കൃപാസനമായിട്ട് അവിടുന്ന് തന്നെ ആയി തീർന്നുവല്ലോ. അവിടുത്തോട് എനിക്ക് സമാധാനമുണ്ട്. എനിക്കിന്ന് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് വരാം. അന്ന് പഴയ നിയമത്തിൽ അവര് വളരെ ഭയത്തോടായിരുന്നു കൃപാസനത്തില്. അന്ന് കൃപാസനം അല്ലായിരുന്നു, അന്ന് കരുണയിൽ ഇരിപ്പിടമായിരുന്നു, മേഴ്സി സീറ്റിലോട്ട് അന്ന് ഈ മഹാപുരോഹിതൻ അടുത്ത് വന്നത്. എന്നാൽ സെഖര്യാവിന്റെ പുസ്തകം ഞാനിവിടെ ഫിലിപ്പിയർ 4:7 ഞാൻ ലൂക്കോസിന്റെ 1-ാം അധ്യായത്തിൽ സെഖര്യാവ്, യോഹന്നാൻ സ്നാപകന്റെ അപ്പനായിട്ടുള്ള സെഖര്യാവ് പറയുന്ന ഒരു പ്രവചനമുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ സെഖര്യാവ് ആരായിരുന്നു? അപ്പോഴത്തെ മഹാപുരോഹിതനായിരുന്നു. അപ്പൊ അന്നത്തെ മഹാപുരോഹിതന്മാര് എത്രമാത്രം ഭയത്തോടാണ് ദൈവസന്നിധിയിൽ അടുത്ത് വന്നതെന്നുള്ള കാര്യം സെഖര്യാവിനോട് ചോദിച്ചാൽ അറിയാം. എന്നാൽ സെഖര്യാവ് ഇനിയിപ്പം യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ ലൂക്കോസ് 1-ാം അധ്യായത്തിന്റെ 74 വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നത്? നാം ആയുഷ്കാലം ഒക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് എന്ന് പറഞ്ഞ് പുതിയ ഉടമ്പടിയെ കുറിച്ച് പ്രവചിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. സെഖര്യാവിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുമ്പോൾ സെഖര്യാവ്
ഹി വാസ് there was a priest named സെഖരിയാസ്. ലൂക്കോസ് 1:5 യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാർ സെഖരിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പുരോഹിത വംശത്തിൽപ്പെട്ടവനായിരുന്നു ഈ സെഖരിയാവ്. അപ്പൊ ആ സെഖരിയാവ് അവിടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മളിവിടെ വായിക്കുന്നത് അതിന്റെ 9 ലൂക്കോസ് 1 8 വാക്യത്തിൽ അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിന്ന് അവന് പ്രത്യക്ഷപ്പെടുന്ന കാര്യവും അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ അങ്ങനെയൊക്കെ ഭയപ്പെടേണ്ട എന്നൊക്കെ അവനോട് പറയുന്നതൊക്കെ 13 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സെഖരിയാവെ ഭയപ്പെടേണ്ട എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ നമ്മളോട് വായിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഉള്ള ഒരു ഭയഭക്തി, ഒരു ഭയത്തോടെ തങ്ങളുടെ ജീവൻ തന്നെ പോകുമോ? അന്ന് ആ മഹാപുരോഹിതന്റെ വസ്ത്രത്തില് അവരൊരു നടുക്കെട്ടുകൂടെ കെട്ടിയിരുന്നു എന്നൊക്കെ യഹൂദ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ബൈബിളിൽ അത് വായിക്കുന്നില്ല എങ്കിൽ പോലും യഹൂദന്മാരുടെ പല എഴുത്തുകളിൽ അവര് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആ പാപപരിഹാരമല്ല, ഈ യാഗങ്ങളെല്ലാം ഏറ്റവും കൃത്യമായിട്ട് ചെന്നാലേ അവർക്ക് അവരുടെ യാഗം അവിടെ സ്വീകാര്യമാവത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ ആ മഹാപുരോഹിതൻ മരിച്ചു വീഴാൻ സാധ്യതയുണ്ട്. മരിച്ചു വീഴുമ്പോൾ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി ആരെങ്കിലും അകത്തോട്ട് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഡെഡ് ബോഡി വലിച്ചിങ്ങോട്ട് ആ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വിശുദ്ധ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അവന്റെ കാലിലോ അവന്റെ അരയിലോ ഒരു നടുക്കെട്ട് മാതിരി ഒരു തുണി, ഒരു കയറ് പോലെയൊക്കെ ചുറ്റി, അത് നമ്മൾ വചനത്തിൽ എവിടെ അങ്ങനെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ യഹൂദന്മാരുടെ പല റൈറ്റിങ്സ് നമ്മള് ചരിത്രത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം അവർക്ക് ഉണ്ടായിരുന്നു. അത്രമാത്രം ഭയഭക്തിയോടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ആ സെഖരിയാവാണ് പിന്നീട് പുതിയ നിയമത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചതായിട്ട് അതിന്റെ 1 67 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മ നിറഞ്ഞവനായി പ്രവചിച്ച് പറഞ്ഞത്. അന്ന് പഴയ സെഖരിയാവ് പരിശുദ്ധാത്മ നിറഞ്ഞെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ അവന്റെ മേലെ വന്നു. പരിശുദ്ധാത്മ ഉള്ളിലേക്ക് വരുന്നതൊക്കെ പെന്തക്കോസ്ത് നാളിന് ശേഷമാണെന്നുള്ള, പെന്തക്കോസ്ത് നാളോടുകൂടിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ പഴയ നിയമത്തില് പരിശുദ്ധാത്മാവിന്റെ നിറവ് എങ്ങനെയായിരുന്നു അതുപോലെ സെഖരിയാവും ഇവൻ യോഹന്നാൻ സ്നാപകൻ തന്നെ അമ്മയുടെ ഗർഭത്തിൽ തന്നെ പരിശുദ്ധാത്മ നിറഞ്ഞവനായി എന്ന് പറയുമ്പോഴൊക്കെ അത് പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റ് ടൈപ്പ് ഓഫ് ഫീലിംഗ് ആയിരുന്നു അവർക്ക് എന്നൊക്കെ നമ്മൾ സഗ്ബോന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ആ ലൂക്കോസ് 1:74 നമുക്ക് എത്ര വലിയൊരു ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ്. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാനും. അതായത് ഇന്ന് നമ്മൾ എബ്രായർ 4:14 കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്ത് എല്ലാം എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ധൈര്യവും ഇല്ലാതായിരുന്നു അന്ന് അവര് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്നത്. ഇന്ന് യേശു കർത്താവിന്റെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും പരിപൂർണമായിട്ടുള്ള ആ പുണ്യാഹ യാഗത്താല് എത്ര ധൈര്യത്തോടെ എനിക്ക് ഇന്ന് എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലാന്ന് മാത്രമല്ല, പിതാവിന്റെ മാർവില് പിതാവിന്റെ മടിയിൽ കയറിയിരുന്ന് പിതാവിന്റെ മാർവോട് ചാരിയിരിക്കാൻ തക്കവണ്ണം ഉള്ള ആ അത്ര അന്ന് നമ്മള് പുറപ്പാട് പുസ്തകം 19 വായിക്കുവാണെങ്കിൽ അവിടെ സിനായി മലയില് ദൈവത്തിന്റെ ആ ഒരു പ്രത്യക്ഷതയൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു, അയ്യോ ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശം ഞങ്ങളോട് സംസാരിച്ചാൽ മതി. അതുപോലെയുള്ള ദൈവത്തിന്റെ ഭയങ്കരത്വമായിരുന്നു. അത്രമാത്രം ഓസമായിരുന്നു ദൈവം. ആ ദഹിപ്പിക്കുന്ന അഗ്നിയായിരുന്ന ആ ദൈവം. അപ്പൊ ആ ദൈവം ഇന്ന് നമുക്കൊരു പിതാവായിട്ട് യേശുക്രിസ്തു മുഖാന്തരമായി തീർന്നു എന്നുള്ളത് എത്ര വലിയൊരു ഭാഗ്യപദവിയാണ്. അപ്പൊ ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ട്. അതാണ് നമ്മൾ റോമർ 5:1 കണ്ട്. ഇനിയിപ്പോ നമ്മൾ ഫിലിപ്പിയർ 4:7 ദൈവത്തിന്റെ സമാധാനം, ഈ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്, നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു. എന്നാൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഒരു യാഗമായിട്ട് നമ്മൾ സമർപ്പിക്കുവാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഒരു യാഗമായിട്ട് നമ്മൾ സമർപ്പിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു ജീവജല നദിയായിട്ട് നമ്മളിൽ വന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ടുള്ള സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഹൃദയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുണ്ടാകും. പിന്നെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ആത്മാവ് അതിപരിശുദ്ധ സ്ഥലത്തിന് സമാനമാണ്. എന്നാൽ ആ ആത്മാവിൽ നിന്ന് നമ്മളുടെ ജഡമാകുന്ന തിരശ്ശീല, ഇപ്പൊ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഞാൻ ഈ പറയുന്നത്? ചില ഒരു സ്ക്വയർ റൂം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു സമചതുരമായ ഒരു മുറി, അതാണ് അതിപരിശുദ്ധ സ്ഥലം. ചില നീളവും വീതിയും ഹൈറ്റ് ഉയരവും ഒക്കെ സെയിം ആയിട്ടുള്ളതാണ് സമചതുരം, സ്ക്വയർ എന്ന് പറയുന്നത്.
സ്ക്വയറിന്റെ 3 dimensional ആയിട്ട് പറയുമ്പോൾ ക്യൂബ് എന്ന് നമ്മൾ പറയുന്നത്. അത് അതിപരിശുദ്ധ സ്ഥലം, അത് നമ്മുടെ ആത്മാവിന് സമാനമാണ്. അത് അവിടെ ആ റൂമിന് ഒരു സ്ക്വയർ റൂം, സ്ക്വയർ റൂം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഒരു സമചതുരമായിട്ടുള്ള ഒരു റൂം, അതിനൊരു വാതിലുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ആ വാതില് അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഇത്ര ഒരു റൂമാന്നിരിക്കട്ടെ, അവിടെ ഒരു കർട്ടൻ ഉണ്ടെന്നിരിക്കട്ടെ. നമ്മളുടെ ആത്മാവ് ഈ ഒരു സ്ക്വയർ റൂം, ഈ സമചതുരമായിട്ടുള്ള ഒരു ഏരിയ എന്ന് ചിന്തിച്ചു. അപ്പൊ ഇവിടെ ഒത്തിരി വെള്ളം പറയുമ്പോൾ വേറെ പേടിക്കണ്ട, ഇനിയിപ്പോ പ്രളയം വരുന്ന പേടിക്കണ്ട. ഒരുപാട് വെള്ളം വന്ന് ഇതൊക്കെ കെട്ടി ഇവിടെ ഈ കട്ടൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുക. എന്നാൽ ഈ കട്ടൻ കുറച്ചൊന്ന് കീറുന്ന അനുസരിച്ച് കട്ടൻ കുറച്ച് നമ്മൾ കീറി കൊടുക്കുകയാണെങ്കിൽ വെള്ളം എല്ലാം കൂടെ എങ്ങോട്ട് വീഴും, അപ്പുറത്തോട്ട് വീഴും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആത്മാവില് പരിശുദ്ധാത്മാവൊന്ന് നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് തന്നെ നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളുടെ ആ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടുന്നതിനനുസരിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളുടെ ദേഹിയിലോട്ടും ദേഹത്തിലോട്ടും കവിഞ്ഞൊഴുകും. എന്ന് പറഞ്ഞാൽ ദേഹിയിലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ്, നമ്മളുടെ ചിന്തകളെ നവീകരിക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പം വായിച്ച ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നമ്മളുടെ ചിന്തകൾ ആകുല ചിന്തകളിലോട്ട് നമ്മൾ പോകാനുള്ളൊരു, അയ്യോ എന്താവും, നാളെ എന്താവും, അയ്യോ എന്താ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമോ, എനിക്ക് വല്ല ക്യാൻസർ വരുമോ, എനിക്ക് ഇന്ന് അസുഖം വരുമോ, അല്ലെങ്കിൽ എന്റെ മക്കൾ എന്നെ നോക്കുമോ, എന്റെ മരുമക്കള് കൊച്ചുമക്കള്, അയ്യോ നാളത്തെ പഠിത്തം, പരീക്ഷ, ബാക്കി അതുപോലെയൊക്കെയുള്ള പല പല ആകുല ചിന്തകളൊക്കെ നമുക്ക് പിശാചിന്റെ തീയമ്പുകളായിട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ നിലവുകളെ ദൈവസമാധാനത്തെങ്കിലും കാക്കുമെന്ന് നമ്മളിപ്പം വായിച്ച്. അപ്പൊ ആ ഒരു ദൈവസമാധാനം കർത്താവ് പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കും. എന്താ, കർത്താവ് എല്ലാത്തിനെയും കൺട്രോളിലാണ് ഉള്ളത്, നമ്മൾ ഇതിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ടതില്ല, ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. കർത്താവ് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല, നമുക്ക് കഴിയുന്ന കൂടുതലൊന്നും ദൈവം അനുവദിക്കത്തില്ല, കർത്താവിന്റെ കൃപ മതിയായതാണ്. ആ വചനങ്ങളൊക്കെ കർത്താവ് ഓർപ്പിച്ച് നമ്മളുടെ നമ്മൾ ചിന്തിക്കുന്ന ആ രീതി, നമ്മളുടെ ആ തോട്ട് പാറ്റേൺ, ചിന്തിക്കുന്ന രീതി, ആ ചിന്തകളെ ഒന്ന് നവീകരിക്കാൻ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളുടെ ആ ദേഹിയിൽ നിന്ന് കവിഞ്ഞൊഴുകി പിന്നെ എങ്ങോട്ടാ, ദേഹത്തിലോട്ട്. ആത്മാവ്, ദേഹി, ദേഹം. പരിശുദ്ധാത്മ നമ്മളുടെ ആത്മാവിൽ ഒന്ന് നിറഞ്ഞ് നമ്മളുടെ ദേഹിയിലേക്ക് കവിഞ്ഞൊഴുകി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകള്, നമ്മളുടെ വികാരങ്ങള്, നമ്മളുടെ തീരുമാനങ്ങൾ, അതൊക്കെയാണ് നമ്മളുടെ ദേഹിയിലുള്ളത്. അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നതിനനുസരിച്ച് നമ്മുടെ ദേഹത്തിലൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ടത്തില്, നമ്മുടെ കണ്ണില്, നമ്മുടെ നാവില്, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ അത് സമാധാനത്തിന്റെ പ്രവൃത്തികളായിരിക്കും, സമാധാനത്തിന്റെ വാക്കുകളായിരിക്കും. നമ്മള് ഇങ്ങനെ ചിലര് ഒന്ന് സംസാരിച്ച ഉള്ള സമാധാനം കൂടെ പോകുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അയ്യോ എന്തായോ, അയ്യോ അതായോ എന്നെല്ലാം പറയും, ഉള്ള സമാധാനം കൂടെ കെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളുണ്ട്. എന്താ ചിലര് സംസാരിക്കുമ്പോ കുറച്ചു നേരം ഒന്ന് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉള്ള ടെൻഷനൊക്കെ അങ്ങ് പോയി, വളരെ സമാധാനമായിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടെ ഹൃദയത്തിൽ നിറഞ്ഞു വീഴുന്ന ആ ആത്മാവിൽ നിന്ന് ദേഹിയിൽ നിന്ന് അവരുടെ ദേഹത്തിലൂടെ, അതായത് അവരുടെ വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ, നോട്ടത്തിലൂടെ, ഭാവത്തിലൂടെ ഒക്കെ ആ ഒരു സമാധാനം. അപ്പൊ അത് പീസ് വിത്ത് ഗോഡ്, ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 5:1 പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമാധാനം നമ്മളിലൊന്നും പറയുന്നത്, ദൈവത്തിന്റെ സമാധാനം നമ്മളിൽ ഉണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു ഗീവ് ദ ഗോസ്പൽ ഓഫ് പീസ് ടു അതർ പീപ്പിൾ. സമാധാനത്തിന് സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയെന്ന നമ്മൾ എവിടെ വായിക്കുന്നത്? എഫേസർ 6-ാം നമ്മൾ വായിക്കുന്നത്. എഫേസർ 6-ാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ സമാധാനം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനൊക്കെ ഉള്ളൂ. അതാണ് എഫേസർ 6 15-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നത്? സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. അപ്പൊ നമുക്ക് ഇന്ന് പലപ്പോഴും നമ്മള് ഈ ഒരു ദൈവത്തോടുള്ള സമാധാനമോ ദൈവത്തിന്റെ സമാധാനം ഒന്നും ഇല്ലാതെ നമ്മള് എന്തെങ്കിലുമൊക്കെ ചെന്ന് സമാധാനത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു പക്ഷേ കേൾക്കുന്നവരിൽ ഒരു സമാധാനം ഒഴിവാക്കാതെ പോയേക്കാം. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സുവിശേഷം പറയാനൊക്കത്തുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു അളവിലാണ് നമുക്ക് മറ്റുള്ളവർക്കും ആ സമാധാനം പകർന്നു കൊടുക്കാൻ ഒക്കുന്നത്. ഇപ്പം നമുക്ക് ആ സമാധാനത്തിന്റെ സുവിശേഷം കാലിന് ചെരുപ്പാക്കിയെന്ന് നമ്മൾ വായിക്കുമ്പോൾ എന്താ, നമ്മുടെ ഹൃദയത്തിൽ ആദ്യം കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു, കർത്താവ് നമ്മുടെ പാപങ്ങളൊന്നും ഓർക്കുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. പിന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവില് ദൈവത്തിന്റെ സമാധാനം ഒരു നദി പോലെ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയൊക്കെ ക്രിസ്തുയേശുവിൽ ഇങ്ങനെ ഗാർഡ് ചെയ്യണം, നമ്മളെ കാക്കണം. ഗാർഡ് ചെയ്യുക എന്നുള്ളൊരു പദമാണ് നമ്മളവിടെ ഫിലിപ്പിയർ 4:7 നമ്മൾ വായിച്ച്, ഒരു മിലിറ്ററി ഗാർഡ് മാതിരി ഫോറിൻ ഇൻവേഷൻ, ശത്രുക്കൾ വന്ന് ആക്രമിക്കുമ്പം മിലിറ്ററി
പട്ടാളക്കാര് ഗാർഡ് ചെയ്യുന്നെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെയും ആ നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും എല്ലാം പരിശുദ്ധാത്മാവ് കാക്കും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കുകളിൽ, നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ നമ്മൾ സുവിശേഷം പറയുമ്പോഴാവട്ടെ, നമ്മുടെ സാധാരണ സെക്യുലർ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ബാക്കി ആൾക്കാരോട് സംസാരിക്കുന്നു, വേറെ പല നമ്മൾ കടയിൽ ചെന്ന് സംസാരിക്കുന്നു, നമ്മള് ട്രാവൽ യാത്ര ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്നു, നമ്മളുടെ അപ്പനമ്മമാരോട് സംസാരിക്കുന്നു, വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നു. നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് എന്ത് പകരും? അസമാധാനം പകരുമോ സമാധാനം പകരുമോ? അത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ദൈവത്തോടുള്ള സമാധാനവും ദൈവത്തിന്റെ സമാധാനം നമുക്ക് ഉണ്ടെങ്കിൽ അത് നിറഞ്ഞു കവിഞ്ഞ് ആ സമാധാനത്തിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതാ കർത്താവ് വന്ന് പുനരുദ്ധാനം കഴിഞ്ഞ കർത്താവ് വന്ന് എന്താ പറയുന്നത്, പീസ് ബി ടു യു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം സന്തോഷിച്ചു, അവർക്ക് വലിയ സമാധാനം ഉണ്ടായി ആ സമയത്തേക്ക്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ് അവർക്ക് വീണ്ടും അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് അവർക്ക് ആ കർത്താവ് പറയുന്ന ആ ഒരു സമയത്തേക്കുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സമാധാനം അന്ന് അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ വാക്കുകൾ അവർക്ക് ഒരു എന്താ പറയുന്നേ, അവരിൽ ഒരു സമാധാനം ഉളവാക്കി. ഇന്നും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്നുള്ളത് തെറ്റായ ട്രാൻസ്ലേഷനാ. മത്തായി 5:9 ശരിക്കും പറഞ്ഞാൽ ദൈവമക്കളാവുന്ന ആരാ? കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നതിനൊക്കെ ദൈവമക്കളായി കഴിഞ്ഞു. യോഹന്നാൻ 1:12. എന്നാൽ മത്തായി 5:9 പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ചില ഹുയാസ് എന്ന് പറയുന്ന ഒരു പദമാണ് അവിടെ. ദേ ഷാൽ ബി കോൾഡ് സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും എന്നുള്ളതല്ല. സത്യവേദപുസ്തകത്തിൽ ശരിയാ പുത്രന്മാർ എന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില ഇംഗ്ലീഷ് ബൈബിളിൽ ചില ട്രാൻസ്ലേഷനിൽ ഇതൊരു ചിൽഡ്രൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. NSB കറക്റ്റ് ആയിട്ട് പുത്രന്മാർ തന്നെ ട്രാൻസ്ലേറ്റ് ഉണ്ട്. ഇവിടെ സത്യവേദ പുസ്തകത്തിൽ കറക്റ്റ് ആണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അത് ആ ഒരു നമ്മള് കർത്താവിന്റെ മക്കളായിത്തീരുന്നു, കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മക്കളായിത്തീരുന്നു. എന്ന് സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട് മറ്റുള്ള വളരെ അശാന്തിയോടെ ഇരുന്ന ആ ശിഷ്യന്മാരുടെ മധ്യത്തില് കർത്താവ് എന്ന് സമാധാനം ഉണ്ടാക്കി. ഇപ്പൊ അതുപോലെ നമ്മളൊരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഭവനത്തിൽ തന്നെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ചിലപ്പോ നമ്മുടെ വീട്ടിലുള്ളവർ, കുഞ്ഞുങ്ങളോ ഭാര്യയോ ഭർത്താവോ അപ്പനമ്മമാരോ അയൽവക്കക്കാരോ ഒക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച് വെപ്രാളൊക്കെ ആയിട്ടായിരിക്കുമ്പോൾ അവിടെ ഒരു സമാധാനത്തിന്റെ വാക്ക് പറയാനാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഒരു സമാധാനത്തോടെ, ആ ഒരു സമാധാനത്തോടെ ഒരു പ്രതിയുത്തരം. പത്രോസിന്റെ വാക്കുകൾ കേട്ട് ഉടനെ അവിടെ ആ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അവർ പരിശുദ്ധാത്മാവിനാല് നിറയപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പത്രോസ് അതുപോലെ പരിശുദ്ധാത്മാവിനാല് നിറയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് പത്രോസിന്റെ വാക്ക് കേട്ടപ്പോൾ ഞാൻ ആ വാക്യം അങ്ങെടുത്ത് വായിക്കാം. ദൈവം നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, നമ്മളുടെ വാക്കുകൾ, ആ ഒരു കാര്യം കൂടെ വായിച്ചങ്ങ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോസ്തലപ്രവൃത്തി 10-ാം 44 വാക്യത്തില് എന്താ വായിക്കുന്നത്? ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വൈൽ പീറ്റർ വാസ് സ്റ്റിൽ സ്പീക്കിംഗ് ദീസ് വേർഡ്സ് ദ ഹോളി സ്പിരിറ്റ് ഫെൽ upon all those who were listening to the message. അപ്പൊ ആ പത്രോസിന്റെ വാക്കുകൾ അത്രമാത്രം കൃപ നിറഞ്ഞ പരിശുദ്ധാത്മാവിന് അഭിഷേകമുള്ള വാക്കുകളായിരുന്നു. യേശുവിന്റെ ലാവണ്യ വാക്കുകളെ കേട്ട് നസ്രയത്തിലുള്ളവരെ അതിശയിച്ചതായിട്ട് നമ്മൾ ലൂക്കോസ് 4-ാം 22 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 4:22. കൃപയുള്ള വാക്കുകൾ സംസാരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെ? നമുക്ക് എല്ലാവർക്കും ആ വാക്യങ്ങൾ അറിയാം. നമുക്ക് എഫേസർ 4:29 കൊളോസ്യർ 4:6 വാക്യവും നമുക്ക് മിക്കവർക്കും മനഃപ്പാഠമായിട്ടുള്ള വാക്യങ്ങളാണ്. എന്നാൽ അത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുമാറ്. കൃപയെന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ ഒരു സമാധാനം, മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുന്ന വാക്കുകൾ സംസാരിക്കാൻ. എഫേസർ 4:29 ഞാൻ വായിക്കുക. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ, ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കലബലാന്ന് സംസാരിക്കാനില്ല, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. അതായത് ആ ദൈവത്തിന്റെ സമാധാനം നമ്മളുടെ ഹൃദയത്തിൽ ഒന്ന് നിറഞ്ഞ് നമ്മളുടെ ദേഹിയിലും, അതായത് നമ്മുടെ സോളില്, നമ്മളുടെ ദേഹിയില്, പ്രാണനില്, നമ്മുടെ ചിന്തകളും നമ്മളുടെ വികാരങ്ങളും നമ്മളുടെ തീരുമാനങ്ങളും എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് അധികമായിട്ട് വരുന്നതിനനുസരിച്ച് നമ്മളെ വാക്കുകളിലും എന്ത് വരും? ഒരു കൃപ വരും. നമ്മളുടെ ജഡം, നമ്മുടെ സ്വന്തം ഇഷ്ടം ക്രൂശിലാണെങ്കിൽ, സമർപ്പണത്തിലാണെങ്കിൽ, നമ്മുടെ സ്വന്തം ഇഷ്ടം അവിടെ മരിക്കാനായിട്ട് നമ്മളെ തന്നെ 0 ആയിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ ദൈവത്തിന്റെ ഒരു കൃപ വരും. അല്ലെങ്കിൽ
കേൾക്കുന്നവർക്ക് കൂടുതൽ അതൊരു എരിച്ചിലിനും പ്രശ്നത്തിനും കാരണമാകും. ഇപ്പൊ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനവിന് ഉതകുന്ന ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കൊളോസ്യർ 4:6 നമുക്കറിയാം എന്താ, ഓരോരുത്തരും ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന്, ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയത്. ബി വിത്ത് ഗ്രേസ് അസ്തോ സീസൺ വിത്ത് എ സോൾട്ട്. കൃപയെ ഉപ്പിനോട് അവിടെ താരതമ്യം ചെയ്തിട്ടിരിക്കുന്നതായിട്ട് നമ്മളിവിടെ ആ വാക്യത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ കർത്താവ് വന്ന് ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവർക്ക് എത്ര വലിയൊരു സമാധാനം ഉണ്ടായി. നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് നമ്മൾ ദൈവത്തോട് സമാധാനമുള്ളവരായിരിക്കണം, ദൈവത്തിന്റെ സമാധാനമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ സമാധാനത്തിന്റെ സുവിശേഷത്തിന്റെ വക്താക്കൾ നമ്മൾ വാക്കുകളിലൂടെ മറ്റുള്ളവരിലേക്കും സമാധാനം പകരുന്നവരായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഇതൊക്കെ കേട്ട് നമ്മൾ ഇന്ന് കർത്താവ് 7 തവണ കർത്താവിന്റെ രക്തച്ചൊരിച്ചില് പരിപൂർണ പ്രായശ്ചിത്തമായി തീർന്നതായിട്ടുള്ള കാര്യം, കർത്താവാകുന്ന കൃപാസനത്തിൽ കർത്താവ് മഹാപുരോഹിതനായിട്ട് 7 തവണ തന്റെ രക്തം ചൊരിഞ്ഞത് രംഗങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അത് എത്ര ഭയത്തോടും ധൈര്യമില്ലാതെ ഉള്ള ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു അന്ന് പഴയ നിയമത്തില് ആണ്ടിലൊരിക്കൽ അവര് ദൈവസന്നിധിയിലേക്ക് ചെന്നതെങ്കിൽ സക്കരിയാവിന്റെ ഉദാഹരണമൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് പുതിയ ഉടമ്പടിയില് ഭയം കൂടാതെ കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരാമെന്ന് നമ്മളെ എബ്രായർ 4:16 വായിക്കുമ്പോൾ ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ വരാനുള്ള ഒരു പുത്രസ്വീകാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ധൈര്യം പിശാച് ചോർത്തിക്കളയാൻ ഒരിക്കലും ഇടവരുത്തരുത്. അത് ധൈര്യം നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നേ നമ്മളത് കണ്ടു. കർത്താവ് സമാധാനം എന്ന് പറഞ്ഞപ്പോ ദൈവത്തോടുള്ള ഒരു സമാധാനം കർത്താവിന്റെ രക്തച്ചൊരിച്ചിലാല്, കർത്താവിന്റെ രക്തത്താല്, വിശ്വാസത്താല്, കൃപയാല് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം, കർത്താവ് നമ്മുടെ പാപങ്ങൾ ഓർക്കുന്നില്ല എന്നുള്ളൊരു കാര്യം, കർത്താവിനോട് നമുക്ക് സമാധാനമുണ്ട്. നമ്മുടെ ശത്രുക്കളായിരുന്നു, എന്നാൽ ഇന്ന് നമുക്ക് കർത്താവിനോട് സമാധാനമുണ്ട്. ധൈര്യത്തോട് നമുക്ക് അടുത്തില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ നിൽക്കരുത്. ആ സമാധാനം ഒരു നദി പോലെ നമ്മളുടെ ഹൃദയങ്ങളിൽ ഒന്ന് നിറയണം. കർത്താവിനോട് നമുക്ക് സമാധാനം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു കൃപയെ കുറിച്ച് അവിടെ വായിക്കുന്നത്. അവിടെ റോമർ 5:2 ആ കൃപ ഒരു നദിയായിട്ട് നമ്മളുടെ മൂടുന്ന അളവിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ ആ കൃപയാകുന്ന നദി, പരിശുദ്ധാത്മാവിന്റെ നദി നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആ ഒരു സമാധാനത്തിന്റെ നിറവ് നമ്മൾ വേണ്ടവണ്ണം അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള വലിയൊരു കരച്ചിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവണം. കർത്താവേ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാതെ വണ്ണം ഒരു ദൈവത്തിന്റെ സമാധാനം ഇതിൽ വന്ന് ഹൃദയത്തിൽ നദി പോലെ വന്ന് നിറയണം. നദി പോലെ വന്ന് നിറയുവാണെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. അത് മാത്രമല്ല നമ്മളുടെ കൂടെ ഉള്ളവർക്കും അത് സമാധാനമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ വാക്കുകളിലൂടെ ആ സമാധാനം വന്ന് നിറഞ്ഞ് നമ്മൾ ആത്മാവിൽ നിന്ന് നമ്മുടെ ദേഹിയിലോട്ടും ദേഹത്തിലൂടെ അത് കവിഞ്ഞൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, ഭാവത്തിലൂടെ ഒക്കെ മറ്റുള്ളവർക്ക് ഒരു ദൈവസമാധാനം. ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട്. ചിലരുടെ മുഖം കാണുമ്പോൾ ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കുന്നവര്, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യത്തോടെ ഇങ്ങനെ ഇവർക്ക് അടുക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മളുടെ മുഖത്ത് ഒരു സമാധാനം, ഒരു പ്രസന്നത ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് വന്ന് സംസാരിക്കാനോ എന്തെങ്കിലും പറയാനോ, ഇപ്പൊ നമ്മളിങ്ങനെ ആ ഒരു വാളെടുത്തോണ്ട് ഇരിക്കുന്ന കണക്കുള്ളൊരു മനോഭാവത്തിലല്ല, മറിച്ച് കർത്താവിന്റെ സമാധാനത്തോടെ, കർത്താവിന്റെ ആ ഒരു നമ്മളുടെ മുഖത്തിന്റെ, ദൈവത്തിന്റെ ജ്ഞാനം നമ്മളുടെ മുഖത്തിന്റെ കാഠിന്യത്തെ മാറ്റിക്കളയുന്നതായിട്ടുള്ള ആ വാക്യമൊക്കെ നമ്മൾ സഭാപ്രസംഗം 8:1 നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ദൈവത്തിന് ദൈവത്തോട് സമാധാനമുള്ളവരായിട്ട്, ദൈവത്തിന് സമാധാനമുള്ളവരായിട്ട്, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായിട്ടായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മള് ആ ഒരു യോഹന്നാൻ 20 ആ ഒരു 19 വാക്യം നമ്മൾ കണ്ടേ, അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ആ ഒരു സമാധാനം അനുഭവിക്കുന്നവരായിട്ട്, കർത്താവിന്റെ പുണ്യാഹ യാഗത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നവരായിട്ടായി തീരുവാൻ ദൈവം നമ്മളെ ഒത്തിരി സഹായിക്കട്ടെ. എന്തെല്ലാം തീർത്ഥാടനത്തിനായിട്ട് എവിടെല്ലാമൊക്കെ പോകുന്നു, എന്തെല്ലാമൊക്കെ ചെയ്യുന്നു എന്ന്, അത് കഴിഞ്ഞിട്ട് സമാധാനം ഇല്ലാതെ വീണ്ടും എന്തെല്ലാം നമുക്ക് ഓർത്ത് നോക്കിയാൽ നമുക്ക് എത്ര പരിതാപകരമായിട്ടുള്ള കാര്യം. എന്നാ യേശുവിലുള്ള ആ ഒരു വലിയ സന്തോഷം, അത് നമ്മളിവിടെ പാടുന്ന 200-ാമത്തെ പാട്ടിൽ ദൂതന്മാര് അവിടെ യേശുവാവ് ആ ദർശനം കാണുമ്പോൾ 2 ചിറകുകൾ കൊണ്ട് അവർ തങ്ങളെ തന്നെ മറച്ച് 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദങ്ങളെ മൂടി 2 ചിറകുകൊണ്ട്. അപ്പൊ അതുപോലെ അത്രയും സെറാഫുകള്, അത്രയും വിശുദ്ധരായിട്ടുള്ള ഒരു പാപം ചെയ്തിട്ടില്ലാത്ത സെറാഫുകൾക്ക് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവത്തിന് മുമ്പാകെ അതുപോലെ തങ്ങളെ തന്നെ മൂടി അങ്ങനെ നിൽക്കണമെങ്കിൽ എത്ര അതിഭയങ്കരനായ, അതിവിശുദ്ധനായ കർത്താവിന്റെ സന്നിധിയില്
ഏതൊരു സമയത്തും എത്ര ധൈര്യത്തോടെ കർത്താവിന്റെ രക്തം, യേശു കർത്താവിന്റെ രക്തം അത്ര വലിയൊരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ ആ പുണ്യാഹ യാഗം നമുക്കായിട്ട് 7 തവണ രക്തം ചൊരിഞ്ഞ് കർത്താവ് അവസാനത്തിൽ രക്തം ചൊരിഞ്ഞത് എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു യാഗമാണ്. അപ്പൊ അത് നമുക്കത് ഈസി ആയി തീർക്കാൻ വേണ്ടി കർത്താവ് എത്രമാത്രം കഷ്ടപ്പെട്ടു, കർത്താവ് എത്രമാത്രം ആ അവസാനത്തിൽ രക്തം ഒഴുക്കാൻ വേണ്ടി കർത്താവ് പുറം കാണിച്ചു കൊടുത്തു, മുൾമുടി ധരിച്ചു, വിലാപ്പുറവും അവസാന മരണത്തിന് ശേഷവും വിലാപ്പുറവും തുറന്നു നൽകി, തന്റെ ശരീരത്തിലെ വേർപ്പിലെ രക്തമാക്കി, കൈയും കാലും എല്ലാം അവിടുന്ന് എല്ലാം രക്തം ഒഴുകി, തന്റെ ശരീരത്തിലെ രക്തക്കുഴലുകളിലുള്ള രക്തം എല്ലാം ഊറ്റിത്തരാൻ തക്കവണ്ണം കർത്താവ് അതുപോലെ പെടാപ്പാട് വിട്ട് ക്രൂസിൽ നിത്യമായിട്ടുള്ള നരകയാതനയും സഹിച്ച് അങ്ങനെ എത്രമാത്രം കഷ്ടപ്പെട്ട കർത്താവ് നമുക്ക് ഈസി ആയിട്ട്, വളരെ ലഘുവായിട്ട്, ലളിതമായിട്ട് നമുക്ക് അങ്ങ് ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ ഈ ജീവനുടെ പുതുവഴിയായിട്ട് അടുത്ത് വരാൻ തക്കവണ്ണം എത്ര ലളിതമായിട്ട് കർത്താവ് ആക്കി തീർക്കാൻ വേണ്ടി കർത്താവ് അതിനായിട്ടുള്ള വില കർത്താവ് ഏറ്റവും പാടുപെട്ട്, ഏറ്റവും കഷ്ടപ്പെട്ട് കർത്താവ് അത് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഇന്ന് എപ്പോഴും ഞാൻ സന്തോഷിക്കും. എന്റെ യേശു എന്റെ ഗാനം എല്ലായിടവും ഞാൻ ആഘോഷിക്കും. എന്റെ രക്ഷകന്റെ ദാനം സ്വർഗത്തിൽ എന്റെ നാമം എഴുതി ആർക്കും എടുക്കാത്ത ഈ ഭാഗ്യം എന്റെ വലിയ സന്തോഷമാണ്. എന്റെ നാമം മായ്ച്ചു കളയാനും പിശാചിനൊന്നും പറ്റത്തില്ല. 4-ാമത്തെ സ്റ്റാൻസയില് കർത്താവ് കാത്തിടും, ശക്തനാണ് അവൻ. അവിടുത്തെ രക്തത്തിന്റെ സമ്പാദ്യമാണ് ഞാൻ, കർത്താവിന്റെ രക്തം കൊടുത്ത് കർത്താവ് വാങ്ങിച്ച വലിയൊരു സമ്പാദ്യമാണ് ഞാൻ എന്നുള്ള വലിയൊരു സന്തോഷത്തോടെ, വലിയൊരു പ്രത്യാശയോടെ നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്ന ആ ആക്സസിബിലിറ്റി, കർത്താവിനോട് അടുക്കുവാനുള്ള ആ ഒരു ആക്സസിബിലിറ്റി ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവരായിട്ട്, ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്തുന്നവരായിട്ട് കാണപ്പെടുവാൻ, എപ്പോഴും കർത്താവിനോട് തന്നെ ആ കൂട്ടായ്മയിലായിരിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം. പരിശുദ്ധാത്മ നമ്മൾ അതിനായിട്ട് സഹായിക്കട്ടെ. ആ സന്തോഷത്തോടെ, പ്രത്യാശയുടെ നിറവോടെ, ആ വലിയ സമാധാനത്തോടെ, നമുക്ക് തന്നിട്ടുള്ള ആ വലിയ സന്തോഷം, ദൈവത്തോടുള്ള സമാധാനം, ദൈവത്തിന്റെ സമാധാനം, അത് നിറഞ്ഞു കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് പകരുന്ന ആ സമാധാനം, അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിനെ നോക്കി നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പാടാം, നന്ദിയോടെ പാടാം. നമുക്ക് നന്ദിയോടെ കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇതെല്ലാം പ്രയാസങ്ങൾ സഹിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തില് കർത്താവിനോടുള്ള നന്ദി കൊണ്ട് നിറയും. പഴയ നിയമത്തിലെ മഹാപുരോഹിതന് അവന് വിശുദ്ധ മന്ദിരത്തിനായിട്ട് യാഗം കഴിക്കണമായിരുന്നു, അവന് ഇസ്രായേൽ ഗ്രഹത്തിനായിട്ട് യാഗം കഴിക്കണമായിരുന്നു, അവന് തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ പാപങ്ങൾക്ക് എല്ലാം അവന് ഹോമയാകവും അവന് പാപയാകവും എല്ലാം കഴിച്ചു വേണം. വലിയ പേടിയോടെ മരിച്ചു വീഴുകയും ഇതിന്റെ പ്രിയപ്പെട്ടവരെ കാണാനൊക്കവും അവന്റെ കുടുംബാംഗങ്ങളോട് അതുപോലെ ഒരുപക്ഷെ യാത്രയൊക്കെ പറഞ്ഞ് യാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വന്നിട്ടുണ്ടോ, എല്ലാം ദൈവം പറഞ്ഞതുപോലെയുള്ള ആ യാഗം എല്ലാം കഴിച്ചു എന്നൊക്കെയുള്ള വലിയ പേടിയോടെ, ഭയത്തോടെ ദൈവസന്നിധിയിലേക്ക് അവനടുത്ത് ചെന്ന് അവന് അവിടെ യാഗം കഴിച്ച് അതുപോലെ ഭയത്തോടെ അവന് അടുത്ത് വന്നുവെങ്കിൽ ഇന്ന് ഭയം കൂടാതെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് പുതിയ ജീവനുള്ള പുതുവഴി തുറന്നിരിക്കുന്നു. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് നമുക്ക് കൂടി എടുത്തു വരാം. കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. കർത്താവിന്റെ മഹാപുരോഹിതനായിട്ട് ഈ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുന്ന് തന്നെ താനാകുന്ന ആ കൃപാസനത്തില് തന്റെ തന്നെ യാഗമൃഗമാകുന്ന കർത്താവ് തന്നെ തന്റെ ആ രക്തമെല്ലാം ഊറ്റി 7 തവണ ആ രക്തമെല്ലാം കർത്താവ് ചുരിഞ്ഞ് ആ സമ്പൂർണമായിട്ടുള്ള കർത്താവിന്റെ ശരീരത്തിലുള്ള രക്തമെല്ലാം ആ കൃപാസനത്തിനെങ്കിലേക്ക് കർത്താവ് വീഴ്ത്തി. ആ കൃപാസനം രക്തത്താല് മൂടപ്പെട്ടു. കർത്താവ് നമ്മളുടെ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ നീതി പ്രകാരം നമ്മളുടെ പാപത്തിന്റെ ശിക്ഷയെല്ലാം കർത്താവ് നിത്യനരകയാതന എല്ലാം സഹിച്ച് അവിടുന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എത്ര വലിയൊരു ഭാഗ്യവത, എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ. എന്റെ നാമം മായ്ച്ചു കളയുവാനും പിശാചിനെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്റെ രക്തത്തിന്റെ സമ്പാദ്യമാണ്. ഇത്ര വലിയൊരു ഭാഗ്യവതകൾ കർത്താവ് നമുക്ക് ഓഫർ ചെയ്തിട്ട് നമ്മള് അത് ഗണിച്ചാല്, നമ്മൾ അതിനെ വേണ്ടെന്ന് വെക്കുവാണെങ്കിൽ, നമ്മൾ അതിനെ വിലമതിക്കാതിരിക്കുവാണെങ്കിൽ, നമ്മൾ വീണ്ടും നമ്മളുടെ സ്വയത്തിലും നമ്മുടെ പാപത്തിലും നമ്മുടെ ആകുല ചിന്തകളിലും കർത്താവിനോട് ക്ഷമിച്ചു, കർത്താവിനെ തള്ളിക്കളയൂ എന്നുള്ള
സംശയങ്ങളിലും ഒക്കെ നമ്മൾ ഉഴലുവാണെങ്കിൽ അത് ദൈവത്തിന്റെ ഹൃദയത്തെ എത്രയധികം വേദനിപ്പിക്കും. ഇത്രയെല്ലാം ഞാൻ എന്റെ മകനായിട്ട് എന്റെ മകൾക്കായിട്ട് ഇത്രയെല്ലാം പിടാപ്പാട് വിട്ട് ഇത്രയെല്ലാം ചെയ്തതിനു ശേഷവും എന്റെ മകൻ എന്റെ മകള് ഇപ്പോഴും ഞാൻ ക്ഷമിച്ചോ ഇല്ലയോ, എന്നെ തള്ളിക്കളയോ എന്നൊക്കെ ഉള്ള പല പിശാച് കൊണ്ടുവരുന്ന തീയമ്പുകളുടെ സംശയത്തിന്റെ മുൾമുനയിലൊക്കെ നമ്മള് നമ്മളുടെ ഹൃദയത്തിലെ സമാധാനമൊക്കെ കളഞ്ഞ് അങ്ങനെ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുവാണെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിന് എത്രയധികം വേദന ഉണ്ടാകും. കർത്താവിനോട് ആ വിശ്വാസമില്ല ഏറ്റു പറയാൻ കർത്താവെ അവിടുത്തെ ആ യാഗത്തിന്റെ പുണ്യാഹ യാഗത്തിന്റെ ആഴം കർത്താവ് എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഒരു യാഗമാണെന്നുള്ളൊരു കാര്യം കർത്താവ് വേണ്ടവണ്ണം തിരിച്ചറിയാതെ പോയല്ലോ. കർത്താവെ അതിനായിട്ട് ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അവിടുത്തെ രക്തം എത്ര വിലയേറിയതാണ്. അതൊരു കോമൺ ആയിട്ടുള്ള ടാപ്പ് വാട്ടർ ആയിട്ട് കരുതാനുള്ളതല്ലല്ലോ. കർത്താവെ അവിടുന്ന് നൊന്തും നീറിയും പിടഞ്ഞ് ആ നിത്യമായിട്ടുള്ള നരകാഗ്നി എല്ലാം സഹിച്ച് കർത്താവ് അവിടുന്ന് ആ രക്തത്തുള്ളികളെല്ലാം കാൽവരി മലമേല് കർത്താവെ അവിടുന്ന് വിളിച്ച് കളഞ്ഞല്ലോ. അവസാനം കർത്താവെ രാവിലെ അവസാനമുള്ള രക്തവും നീരും കൂടെ കർത്താവെ അവിടുന്ന് സംഘ തുറന്ന് എനിക്കായിട്ട് യാഗമായിട്ട് ഒഴിച്ചു കളഞ്ഞുവല്ലോ. നന്ദി കർത്താവെ. അവിടുത്തോട് ഞങ്ങൾക്ക് സമാധാനമുള്ളതിനകത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറഞ്ഞ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നന്ദി കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവെ. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. രക്തച്ചൊരിച്ചിലില്ലാതെ മോചനമില്ല. അവിടുത്തെ രക്തം ചൊരിഞ്ഞതിനായിട്ട് ഞങ്ങളെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ അവിടുന്ന് ഞങ്ങളെ നീതീകരിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കുന്നില്ല എന്നുള്ളതിനെ വലിയൊരു ഉറപ്പ് ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തില് കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. ഒരിക്കലും കർത്താവെ അവിടെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു എന്നുള്ളൊരു ഡൗട്ട് വിശ്വാസ കർത്താവെ കൊണ്ടുവരാതിരിക്കാൻ കർത്താവെ അതുപോലെ കർത്താവെ ഞങ്ങളെ അവിടുത്തെ സമാധാനകാരം കാത്തു സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് എല്ലാമായി ഞങ്ങൾക്കായിട്ട് തീർന്നു. ഇന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ അവിടുത്തെ അടുക്കിലേക്ക് വരുമ്പോൾ എന്റെ അടുക്കൽ വരുന്നതിനെ ഒരു നാൾ തള്ളിക്കളയിൽ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം വീഴ്ചകളും പരാജയങ്ങളും എന്തെല്ലാം പാപങ്ങളിലേക്ക് ഞങ്ങൾ വീണ്ടും വീണ്ടും പോയാൽ പോലും കർത്താവെ ഞങ്ങൾ വീണ്ടും അടുത്ത് വരുമ്പോൾ അവിടുന്ന് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് ഓർക്കുന്നില്ല. കർത്താവെ ആ കൃപയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുത്തോട് സമാധാനമുള്ളതിനോട് ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുന്ന് ഇന്ന് ഞങ്ങളെ കാണുമ്പോൾ യേശുവിന്റെ നീതിയാണ് ഞങ്ങളെ കാണുന്നത്. യേശുവിനെ കാണുമ്പോൾ ആ യേശുവിന്റെ നീതി അങ്കി കർത്താവ് ഒരു ഉടുപ്പ് പോലെ ഞങ്ങളെ പൊതിപ്പിച്ചിരിക്കുന്നതോട് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഒരു പാപങ്ങൾ അവിടുന്ന് ഓർക്കുന്നില്ലല്ലോ. കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളുടെ ശുദ്ധീകരണമൊക്കെ കർത്താവ് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നില്ല. എന്നാൽ അതിന്റെ ശുദ്ധീകരണം കർത്താവ് ഞങ്ങളെ കഴുകിയത് അവിടുന്ന് ഞങ്ങൾ ഓർക്കുമ്പോൾ പോലും അവിടുന്ന് ആ പാപങ്ങളൊന്നും ഓർക്കാതെ വണ്ണം കർത്താവ് വലിയ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞങ്ങളെ നോക്കി ഞങ്ങളെ അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെ ഒരിക്കൽ കൂടെ കഴുകിയാട്ടെ കർത്താവെ. ഒരിക്കലൂടെ കർത്താവ് നീതീകരണത്തിന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾ ഓരോരുത്തരെ അനുഭവിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ യുവാക്കളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് കടന്നു വരുന്നവര് ഞങ്ങളെ എല്ലാവരും കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഓർക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു വാത്സല്യ പിതാവാണെന്ന് രുചിച്ചറിയാൻ ഞങ്ങൾ ഒത്തിരി സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ ആ സമാധാനം കർത്താവെ ആ സ്നേഹത്തെ കാണുമ്പോൾ കർത്താവെ ആ സ്നേഹത്തിന് മുമ്പാകെ ഞങ്ങളതിന് ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കാനും അവിടുത്തെ ആ സമാധാനം ഒരു നദിയായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിറയുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ ആ ദൈവരാജ്യം അത് ഭക്ഷണവും പാനീയവും അല്ലാതെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്, പരിശുദ്ധാത്മാവിനുള്ള നീതിയാണ്, പരിശുദ്ധാത്മാവിനുള്ള സമാധാനമാണ്. ആ വലിയ സമാധാനം പരിശുദ്ധാത്മാവിന്റെ നിറവിലെ കർത്താവെ ആ വലിയ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് നിറയട്ടെ ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഇപ്പോൾ തന്നെ ഞങ്ങൾ തുറന്നു വരുന്ന കർത്താവെ അവിടുത്തെ ആത്മാവിനാണ് ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാണ് ഞങ്ങൾ ഓരോരുത്തരും നിറച്ചായിട്ട് കർത്താവെ ഞങ്ങൾക്കൊരു തിയറി ആയിട്ടിരിക്കരുതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇത്രയെല്ലാം വചനങ്ങളൊക്കെ കേട്ടിട്ട് പരിശുദ്ധാത്മാവിന് നിറവില്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ ഇടവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു നിറവ് കർത്താവെ അവിടുത്തെ ഒരു സമാധാനം ഞങ്ങളൊന്ന് നിറയുവാന് കർത്താവെ ഞങ്ങളെ തന്നെ തുറന്നു തരുന്നു. കർത്താവെ ഇവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം. കർത്താവെ ദാഹത്തോടെ വിശ്വാസത്തോടെ ഞങ്ങൾ നിറച്ചുകൊണ്ട് ഒരു വിശ്വാസത്തോടെ കർത്താവെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ സമൂഹമായിട്ട് തുറക്കുവാൻ ഞങ്ങളുടെ വിജയ സഹായിക്കണം. നമ്മുടെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണം. കർത്താവെ ഇതുമുതൽ ഞങ്ങളുടെ വാക്കുകളെല്ലാം സമാധാനത്തിന്റെ വാക്കുകളാവട്ടെ. സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ ദൈവത്തിന്റെ പുത്രന്മാരും എന്ന് വിളിക്കപ്പെടുമല്ലോ. ഞങ്ങളെ കർത്താവ് ഞങ്ങൾ ചെല്ലുന്നിടങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ കർത്താവെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായിട്ട് നിങ്ങൾക്ക് സമാധാനം യേശു കർത്താവ് എന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ കർത്താവെ
ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നതുപോലെ ഒരു സ്നേഹവന്ദനമായിട്ട് അവിടുത്തെ സമാധാനം പകരുന്ന വാക്കുകൾ സംസാരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുക. കർത്താവെ അവിടുത്തെ സ്നേഹം പകരുന്ന വാക്കുകൾ, അവിടുത്തെ സമാധാനം പകരുന്ന വാക്കുകൾ ഞങ്ങളുടെ ആത്മാവിൽ നിന്ന് ഈ സമാധാനത്തിന് നിറഞ്ഞു കവിഞ്ഞ് കർത്താവെ അത് ഞങ്ങളുടെ ദേഹിയിലോട്ടും ദേഹത്തിലൂടെയും അത് അനേകർക്ക് അനുഗ്രഹമാകുവാനും നിറഞ്ഞു കവിയുവാൻ ഞങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിയാൻ ഇടയാക്കണേയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന ഓരോ വാക്യങ്ങളും വാക്കുകളും ഒക്കെ ഞങ്ങളുടെ യാഥാർത്ഥ്യമായി തീരണം കർത്താവെ. ഇതെല്ലാം പല പല കാര്യങ്ങൾ കേട്ടറിഞ്ഞു പോകാനല്ല കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ അതൊരു യാഥാർത്ഥ്യമായിട്ട് അനുഭവിക്കണം കർത്താവെ. ഞങ്ങളെ അതിനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല പല സാഹചര്യങ്ങളും പല പല കാര്യങ്ങളിലൂടെ പോകുമ്പോൾ അസമാധാനം ഉണ്ടാകാനും അപരിചിതകൾ ഉണ്ടാകാനും ഒക്കെ ഉള്ള വലിയ പ്രലോഭനം ഉണ്ടാകുന്ന സമയത്തും കർത്താവെ ഞങ്ങളെ തന്നെ പൂജ്യമായിട്ട് ചെറുതായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുവാനും ഒരു ആത്മാവിനാൽ നിറയപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം തരാത്ത അസമാധാനത്തെ നിറയപ്പെടുവാനും സകല പുതിയ കവിത ഹൃദയ സമാധാനത്തെ നിറയപ്പെടുവാൻ ഞങ്ങൾ ഇതിനെ സഹായിക്കണം. ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് കൃപ നൽകുന്ന വാക്കുകൾ സംസാരിക്കുവാനും പുനൽ വിജയത്തെ വാക്കുകൾ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യം പോലെ ആവശ്യത്തിനനുസരിച്ച് മാത്രം സംസാരിക്കണം. എന്തെങ്കിലുമൊക്കെ ആയി വരുന്നത് കർത്താവെ വിളിച്ച് പറയാനില്ല, മറിച്ച് കർത്താവെ ആവശ്യത്തിനനുസരിച്ച് സംസാരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ സ്വയം സന്ദേശം എപ്പോഴും കൂശിലെ ആകമായിട്ടിരിക്കട്ടെ കർത്താവെ. ഒരു ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഉണർവഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി യേശുവേ, ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങളുടെ സമാധാനം കൊണ്ട് നിറച്ച് കർത്താവെ നിറച്ച് കവിമാറാക്കുകയോ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കിട്ടുന്ന സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി.